ഒരു നടനാവണം ഒരു ബോധം വന്നത് എപ്പോഴാണ്? ജയൻ ജീവിച്ചിരിപ്പുണ്ടെന്നും ജയൻ മറ്റേ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് ഏതൊരു നിലവറ വഴി അമേരിക്കയിലേക്ക് പോയി. ശരി. 1-2 ടേക്കുകൾ പോകുമ്പോൾ വളരെ സീനായിട്ടുള്ള അരച്ചുകളാണ്. എന്തോന്ന് ചേട്ടാ, ഒന്നാമത്തെ കാര്യം ചേട്ടൻ്റെ ശബ്ദം കേൾക്കില്ല. ആ കൂടുതൽ ചേട്ടൻ ബ്രീതും കൂടെ എടുത്ത് ഇമോഷണൽ ആക്കി ചേട്ടൻ കുറച്ച് ലെവലിൽ പറയാട്ടല്ലേ, ഞങ്ങൾ കേൾക്കണ്ടേ, ഞങ്ങൾക്ക് റിയാക്ട് ചെയ്യണ്ടേ. നമ്മൾ എത്രയോ പേരെ കണ്ടു, എത്രയോ പേർക്ക് കൈയടിച്ചു, പക്ഷെ അവരിൽ എത്ര പേര് ഇപ്പോൾ ഇവിടെ ഉണ്ട്? ഞാൻ ജീവനോടെ ഉണ്ടെന്നുള്ളതല്ല ചോദിക്കുന്നത്, മനസ്സിലായി. ഇവിടെ ഉണ്ടായിട്ട് തന്നെ അവർക്ക് ഇപ്പോൾ എത്രയോ വളരെ സൂപ്പർ സ്റ്റാറുകളായിരുന്നവരൊക്കെ ഇപ്പോൾ എവിടെയുണ്ട്? ഈ ജീവിതത്തിൽ ഭയങ്കര ആഴത്തിൽ സ്വാധീനിച്ച എന്തെങ്കിലും ഒരു ജീവിതാനുഭവം ഉണ്ടായിട്ടുണ്ടോ? അത് ആക്ടിങ്ങിന് ഗുണം ചെയ്തിട്ടുണ്ടോ? വളരെ വലിയ താരങ്ങളുടെ പോലും ചില സിനിമകളിലെ പെർഫോമൻസസ് കാണുമ്പോൾ എന്തുകൊണ്ട് ആലോചിക്കുന്നില്ല എന്ന് നമുക്ക് ചോദിച്ചു പോകാൻ തോന്നുന്നത് ഇതാണ് എൻ്റെ കാരണം. വളരെ സന്തോഷം കണ്ടതിൽ. കാരണം ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ ഞാനൊരു ചെറിയൊരു സ്റ്റക്കായിരുന്നപ്പോൾ ഞാൻ വിളിച്ചത് താങ്കളെയാണ്. അപ്പം വന്ന് കാണുമൊന്നും വേണ്ട, ഞാനിപ്പോൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങളങ്ങ് പറയാമെന്ന് പറഞ്ഞ് ഭയങ്കര ഈസാക്കി വിട്ടാണ്. അത് ഭയങ്കര സംഭവം ഞാൻ പറഞ്ഞില്ല, പക്ഷെ അത് ചില സാഹചര്യത്തിൽ ചില ആൾക്കാർ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ നമുക്കത് പിന്നീട് ഗുണം ചെയ്യുന്ന മനസ്സിലാക്കിയാണ്. അതിന് താങ്ക് യു സോ മച്ച്. അത് എവിടെയും നമ്മൾ പറഞ്ഞിട്ടില്ല. അത് ഓൺ റെക്കോർഡ് പറയുന്നത് ഞാൻ പ്രതീക്ഷിച്ചില്ല. അനീഷ, എപ്പോഴും നമുക്ക് ആരെങ്കിലുമൊക്കെ അങ്ങനെ ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട്, ഞാൻ ആഗ്രഹിച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് സംസാരിച്ചേ ഉള്ളൂ. ശരി. ഒരു നടനാവണം ഒരു ബോധം വന്നത് എപ്പോഴാണ്? സിനിമയെ കുറിച്ചിട്ട് മാത്രമായിട്ടാണ് പറയണമെങ്കിൽ, സിനിമ ഇപ്പോഴും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതിൽ അഭിനയിക്കുന്ന ആൾക്കാരെ, അപ്പം സിനിമയിലേക്കുള്ള അട്രാക്ഷൻ ലോകത്തെ എല്ലാ മനുഷ്യരും അതിൽ അഭിനയിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും. അപ്പം ഈ നടനാവൽ എന്നൊക്കെ പറയുന്നത് ഏറ്റവും ഒടുവിൽ സംഭവിച്ച കാര്യമാണ്. ബേസിക്കലി നമ്മൾ ജീവിക്കുന്ന സാഹചര്യം, അച്ഛൻ, അമ്മ, കുടുംബം, അതൊക്കെ വലിയ ഫാക്ടറാണല്ലോ. അവരുടെ പാത പിന്തുടരുക എന്നൊക്കെ പറഞ്ഞാൽ, എൻ്റെ അച്ഛൻ നല്ലപോലെ പാടും, പിന്നെ അത്യാവശ്യം വായനാശീലമുള്ള ആളാണ്. വായനശാലയിലെ ജോലിക്കാരൻ, വായനശാല സെക്രട്ടറിക്കായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുട്ടിക്കാലത്തൊക്കെ തന്നെ പുസ്തകങ്ങൾ കിട്ടാറുണ്ട് കയ്യിൽ. പിന്നെ പാട്ട്, എല്ലാവരും ക്ലാസിക്കൽ മ്യൂസിക് പഠിക്കുകയും ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഇൻസ്ട്രുമെന്റ്സ് പഠിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് കുട്ടിക്കാലം പോലെ നമ്മുടെ കൂടി ഇതുണ്ട്. ആ ഒരു അറ്റ്മോസ്ഫിയർ കുട്ടിക്കാലം പോലെ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഓർമ്മയില്ല എപ്പോൾ മുതലായിരിക്കും നമ്മൾ ഇതിൻ്റെ പിന്നാലെ തുടങ്ങിയിട്ട്. പക്ഷേ ഒരു 5ാം ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് നമുക്ക്, ഞാൻ TCCയിലാണ് എൻ്റെ അച്ഛൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് ഉദ്യോഗമണ്ഡലിലെ ക്വാർട്ടേഴ്സിൽ താമസിച്ചിരുന്നു. അപ്പോൾ പഠിത്തം പ്രധാനമായിരുന്നു. പക്ഷെ ആ സമയത്തും ഞാൻ നാട്ടിൽ അമ്മയുടെ വീട്ടിൽ പോകുമ്പോൾ ഈ വിഷുക്കൈ നീട്ടം കിട്ടിയ പൈസ കൊണ്ട് സിനിമ കാണാൻ പോണ പരിപാടി. മണ്ണൂർ മോളിയിലും വളയഞ്ചിറങ്ങര തിയേറ്ററിലും പെരുമ്പാവൂർ തിയേറ്ററിലൊക്കെ സിനിമ കാണാൻ അമ്മമാരുടെ കൂടെ. അപ്പോൾ സിനിമ ഞാൻ അങ്ങനെ കണ്ട സിനിമയാണ് ഓപ്പോൾ. അപ്പൊ അതിനു മുമ്പ് ചോറ്റാനിക്കരി അമ്മ എന്ന സിനിമ കളമശ്ശേരി പ്രീതി പോയി കണ്ടു. അതാണ് ആദ്യം കണ്ട സിനിമ, ഓർമ്മയിൽ കണ്ടത്. പാതാളം ഗീത എന്ന തിയേറ്റർ ഉണ്ടായിരുന്നു, ഇപ്പൊ അതൊരു ഗോഡൌൺ ആണ്. അപ്പൊ ആ തിയേറ്ററിൽ പോയിട്ട് കണ്ട സിനിമകൾ പാർവതി എന്ന സിനിമ അവിടെ പോയാണ് കണ്ടത്. നീലത്താമര അവിടെ നിന്നാണ് കണ്ടത്. ഞാൻ ഒരിക്കൽ മാത്രമാണ് നീലത്താമര സിനിമ കണ്ടിട്ടുള്ളൂ, പിന്നീട് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ എനിക്കിപ്പോഴും അതിലെ ഓരോ ഷോട്ടുകളും എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ സിനിമകൾ കാണാനുള്ള അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിരുന്നു എങ്ങനെയെങ്കിലും. ഇതെങ്ങനെയൊന്നും അറിയില്ല. പിന്നെ ഇത് എത്രയോ ദൂരെയാണല്ലോ, മദ്രാസിലോ ബോംബെയിലോ ഒക്കെയാണ്. അപ്പോൾ പ്രേം നസീറായിരുന്നു നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള നടൻ. പിന്നെ ജയൻ വന്നു, പിന്നെ ജയൻ മരിക്കുന്നു, അത് താങ്ങാൻ വയ്യാതെ നമ്മൾ ഓടി നടക്കണു. അപ്പോഴേക്കും ജയൻ അമേരിക്കയിൽ എന്നുള്ളൊരു പുസ്തകം എൻ്റെ ഏട്ടൻ എനിക്ക് കൊണ്ടു തരുന്നു. ജയൻ ജീവിച്ചിരിപ്പുണ്ടെന്നും ജയൻ മറ്റേ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് ഏതൊരു നിലവറ വഴി അമേരിക്കയിലേക്ക് പോയി പറഞ്ഞിട്ടൊരു പുസ്തകം. അപ്പോൾ അതൊക്കെ നമ്മൾ അങ്ങനെയായിരുന്നു. അപ്പോൾ നമ്മൾ പോലും അറിയാതെ സിനിമയുമായി ബന്ധപ്പെട്ട ഈ വാർത്തകളോടൊക്കെ നമ്മൾ അടുക്കുന്നുണ്ടായിരുന്നു. ശരിക്കും അങ്ങനെയാണ് തുടക്കം. പലപ്പോഴും താങ്കൾ അറിയപ്പെട്ടതിന് ശേഷം ശ്രദ്ധിക്കപ്പെട്ടത് ഈ ശബ്ദമാണ്. പലരിലും ഇങ്ങനത്തെ ശബ്ദം ഞാൻ കേട്ടിട്ടില്ല, സത്യം പറഞ്ഞാൽ വേറെ ആരോടൊന്നും കേട്ടിട്ടില്ല. ഇത് തുടക്കത്തിൽ ഈ സൗണ്ട് ഗുണകരമായിട്ടുണ്ടോ, അല്ലെങ്കിൽ അത് അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ? ശരിക്കും അവസരങ്ങൾ കിട്ടിയത് ഈ ശബ്ദം കൊണ്ടാണ്. ശരി. കുട്ടിക്കാലത്ത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ പാട്ടും ഒക്കെ, അപ്പം എനിക്ക് പാട്ട് പഠിക്കണം എന്ന ആഗ്രഹം ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ അച്ഛൻ തന്നെ എന്നോട് പറഞ്ഞു, ഈ ശബ്ദം വെച്ചുകൊണ്ട് അന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ മനസ്സിൽ ഈ മ്യൂസിക്കും ഉള്ളത് കൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും പഠിക്കണം എന്ന് ആഗ്രഹിച്ചു. അങ്ങനെ സ്കൂളിൽ സമൂഹഗാനത്തിൽ 6 പേരുള്ളപ്പോൾ കുഴപ്പമില്ലല്ലോ, സമൂഹഗാനത്തിൽ ചേർന്നു. പിന്നെ പദ്യപാരായണത്തിന് ചേർന്നു. അപ്പം എൻ്റെ ചേച്ചിക്ക് പാട്ട് അത്യാവശ്യം, അപ്പം ചേച്ചി പാട്ട് പാടാനൊക്കെ പോയി, ലളിത സംഗീതത്തിനൊക്കെ പോയി. ഞാൻ ആ കൂട്ടത്തിൽ പഠിച്ചു. പിന്നെ കഥകളി പഠിക്കാനായിട്ട് പോയപ്പം താമരക്കാട്ട് നാരായണൻ വയലിൻ ഗാനപ്രവീണാണ്, അതായത് ഗാനഭൂഷണം പഠിക്കുകയാണ്.
അപ്പോൾ നാരായണൻ്റെ അടുത്ത് നിന്ന് ഞാൻ ഒന്ന് രണ്ട് ശുദ്ധധന്യാസിയിലൊക്കെ ഉള്ള ഒന്ന് രണ്ട് കീർത്തനങ്ങളൊക്കെ പഠിപ്പിച്ചു. പിന്നെ ആ ഭോഗിയിലൊരു വർണ്ണം പഠിപ്പിച്ചു വെച്ചാൽ ഓപ്പളെ പഠിപ്പിക്കുമ്പോൾ കൂടെ പോയിരുന്ന് നമ്മൾ മനസ്സിലാക്കലാണ്. അപ്പോഴൊക്കെ ഈ ശബ്ദമാണ് നമ്മുടെ ടെൻഷൻ, ഈ ശബ്ദം കൊണ്ട് എന്ത് ചെയ്യും എന്ന് പറയുന്നത്. പക്ഷെ എനിക്കങ്ങനെ സംശയമില്ലായിരുന്നു, കാരണം ഞാനല്ലല്ലോ കേൾക്കുന്നത് മറ്റുള്ളവരാണ്. അപ്പോൾ പിന്നെ ദേശീയ ഗാനം പാടാനായിട്ട് സ്കൂളിലെ രാവിലത്തെ ഈശ്വര പ്രാർത്ഥനയും വൈകുന്നേരത്തെ ദേശീയ ഗാനം പാടൽ ഇന്നും ഉണ്ടായിരുന്ന കാലമാണ്. അപ്പം നമ്മളാണ് ആ ടീമിൽ 8ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഞാനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ശബ്ദത്തെക്കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞിരുന്ന അഭിപ്രായത്തെക്കുറിച്ചൊക്കെ ഉള്ള കാര്യം ഞാൻ മറന്നുപോയി. നമ്മൾ ഫുൾ സ്വിങ്ങിൽ നമ്മൾ ശബ്ദത്തിൻ്റെ പിന്നാലെയായിരുന്നു. പിന്നെ പനച്ചിക്കാട് അമ്പലത്തിൽ മറ്റേ അവിടെ ദക്ഷിണ മൂകാംബിക സംഗീതോത്സവം നടക്കാറുണ്ട് 12 ദിവസം. അപ്പോൾ ഈ 12 ദിവസം അവിടെ കർട്ടൻ വലിച്ചു കെട്ടി ആ മൈക്ക് വെച്ച് പായൊക്കെ ഇട്ട് അവരെ കൊണ്ട് എല്ലാവരെ കൊണ്ടും പാട്ട് പാടിക്കുമ്പോൾ ഈ ആ ഒരു ചിലപ്പോൾ അരമണിക്കൂർ 1 മണിക്കൂറായിരിക്കും പ്രോഗ്രാം. 6-7 കീർത്തനങ്ങളും കേൾക്കും പാടണം. പലതരത്തിലുള്ള ആൾക്കാർ അവരെ. അപ്പോൾ അവർക്ക് ആ പാട്ട് മാത്രമായിട്ട് പോയാൽ സുഖമില്ലാന്ന് തോന്നിയിട്ട് മൈക്കുണ്ടല്ലോ കയ്യിൽ. അപ്പോൾ ഇവരുടെ ഇന്ന് എഴുതി വാങ്ങും ഞാൻ, ഏതൊക്കെ ആരുടെ ആ ഭോഗി വർണ്ണം, മുത്തുസ്വാമി ദീക്ഷിത കൃതി എന്നൊക്കെ പറഞ്ഞാൽ എഴുതി വാങ്ങും. എന്നിട്ട് അടുത്തതായി ശ്രീമതി മാതങ്കി സത്യമൂർത്തി അവർ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി, ശ്രീ പുതുപ്പള്ളി ദിവാകരൻ വയലിൻ, ചേർത്തല രാധാകൃഷ്ണൻ മൃദംഗം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അനൗൺസ് ചെയ്ത് ശീലിച്ചു. അപ്പം തൃക്കൊടിത്താനം ഗോപാലകൃഷ്ണൻ ഘടം എന്നൊക്കെ പറഞ്ഞിട്ടേ ഞാൻ, അപ്പോൾ അതൊരു ശീലമായി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇത് മോഡുലേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ചില ആൾക്കാർ എന്നോട് പറഞ്ഞു ഇത് കൊള്ളാലോ ഈ പരിപാടി എന്ന് പറഞ്ഞു. അതിനൊക്കെ മുമ്പ് അനൗൺസ്മെന്റ് ഉണ്ട്, പക്ഷെ നമ്മളുടെ പോലെ ഇങ്ങനെ പാട്ടുകളെ കുറിച്ചും പിന്നെ നൃത്യങ്ങൾ നടക്കുമ്പോൾ അതിനെക്കുറിച്ചും കഥകളിയെ കുറിച്ചിട്ടും. കഥകളി വിദ്യാർത്ഥി ആയിരുന്നതുകൊണ്ട് അവിടെ കഥകളി നടക്കുമ്പോൾ കഥകളിയുടെ ബ്രീഫിംഗ് ഉണ്ടാവുമല്ലോ, ഈ കഥയാണ് നടക്കുന്നതെന്ന് പറയുന്ന പരിപാടി. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ ഒരു അനൗൺസറായിട്ട് മാറി. അപ്പോൾ പനച്ചിക്കാട് അമ്പലത്തിലെ അവസാനത്തെ 4 ദിവസം മഹാനവമിയും വിജയദശമിയുള്ള ആ ദിവസങ്ങളിൽ എപ്പോഴും അനൗൺസ്മെന്റ് വേണം. വണ്ടികൾ പാർക്ക് ചെയ്യുന്നതിനെ കുറിച്ചിട്ടും വഴിപാടിനെ കുറിച്ചിട്ടും ഇതൊക്കെ നമ്മൾ എഴുതിയുണ്ടാക്കി ഞാനൊരു ശബ്ദ കലാകാരനായിട്ട് തന്നെ മാറിയിരുന്നു. സത്യത്തിൽ കുട്ടിക്കാലത്ത് ശബ്ദം പ്രശ്നമാവും എന്ന് പറഞ്ഞ ആ ശബ്ദം കൊണ്ടാണ് പിന്നീട് ഞാൻ അങ്ങോട്ട് നിലനിന്നത്. പിന്നെ ചാനലിൽ പോകുമ്പോൾ ചാനലിൽ വോയിസ് ചെയ്തിട്ടുണ്ട്. സിനിമയിലേക്ക് വരുമ്പോഴൊക്കെ ഞാൻ എൻ്റെ ഈ ശബ്ദത്തിൻ്റെ പ്രത്യേകം അതുള്ള ശബ്ദം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ സിനിമയിലേക്കൊക്കെ വരുമ്പോഴല്ലേ ആകാരം അതിൻ്റെ ഒരു ഇത് കൊള്ളാലോ എന്ന് തോന്നുക. അപ്പോൾ അത് ആക്ഷൻ ഹീറോ ബിജുവിൽ അഭിനയിക്കുമ്പോൾ തന്നെ എന്നോട് ഷോട്ട് എടുത്ത് കഴിഞ്ഞപ്പോൾ പോലും സിംഗ് സൗണ്ട് ആയിരുന്നു. ഷോട്ട് എടുത്ത് മാറുമ്പോൾ തന്നെ വൃക്ഷാൻ എന്നോട് പറഞ്ഞു ഇത് ഈ ശബ്ദം കൊള്ളാട്ടോ, ഇതുകൊണ്ട് താണ്ട് കറങ്ങും എന്ന് പറഞ്ഞു. അതാണ് ശബ്ദത്തിൻ്റെ കഥ. പക്ഷേ അതേ സമയത്ത് തന്നെ അനീഷ് ചോദ്യത്തിന് മുഴുവൻ ഉത്തരവാണെങ്കിൽ എൻ്റെ കൂടെയുള്ള ആർട്ടിസ്റ്റുകളിൽ ചിലർ എന്നോട് 1-2 ടേക്കുകൾ പോകുമ്പോൾ വളരെ സീനായിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ്, നമ്മുടെയൊക്കെ വളരെ ക്ലോസ് ആയിട്ടുള്ള, നമ്മളോടൊക്കെ ഭയങ്കര തുറന്ന് സംസാരിക്കാൻ സ്വാതന്ത്ര്യം, അങ്ങോട്ടും ഇങ്ങോട്ടും. അഞ്ജന ആളുടെ പേര് പറയാത്ത വളരെ 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 പോപ്പുലർ ആയിട്ടുള്ള ആളാണ്. എന്തോന്ന് ചേട്ടാ, ഒന്നാമത്തെ കാര്യം ചേട്ടൻ്റെ ശബ്ദം കേൾക്കില്ല, ആ കൂടുതൽ ചേട്ടൻ ബ്രീതും കൂടെ എടുത്ത് ഇമോഷണലാക്കി ചേട്ടാ കുറച്ച് ലെവലിൽ പറയട്ടെ, അല്ലെങ്കിൽ ഞങ്ങൾ കേൾക്കണ്ടേ, ഞങ്ങൾക്ക് റിയാക്ട് ചെയ്യണ്ടേ എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേ ശബ്ദത്തെക്കുറിച്ചും മറ്റഭിപ്രായം ഉണ്ടെന്ന്. ഒരു ആക്ടർ ആവുന്നതിനൊരു പ്രിപ്പറേഷൻ റൊട്ടീൻ ഉണ്ടോ ഒരു കഥാപാത്രം കിട്ടുമ്പോൾ? ഉണ്ട്. പ്രിപ്പറേഷൻ ആ സിനിമയുമായി ബന്ധപ്പെട്ട് ഷൂട്ടിന് വന്ന് നിൽക്കുന്ന സമയത്തല്ലല്ലോ വേണ്ടത്. കുറേ നാളത്തെ ഒരു ഒബ്സർവേഷനും നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡും ഒക്കെ അതിലേക്ക് തന്നെ ആയിരിക്കണം. എനിക്ക് തോന്നലല്ല, അത് എല്ലാ പ്രഗത്ഭരായ നടന്മാരും സംവിധായകരും ഒക്കെ പറയുന്നതാണ്. ഒബ്സർവേഷൻ എന്ന് പറയുന്ന സംഭവം ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പം എനിക്ക് കിട്ടുന്ന കഥാപാത്രങ്ങളെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഡയറക്ടറുടെയും റൈറ്ററുടെയും കൂട്ടത്തിൽ മാക്സിമം സമയം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അവരോട് ചോദിച്ചു മനസ്സിലാക്കാറുണ്ട്, അവരെ ഇറിറ്റേറ്റ് ചെയ്യാറുണ്ട്. അതിനൊക്കെ ഗുണമുണ്ടാവുന്ന അവർക്ക് കൂടി അറിയാവുന്നതുകൊണ്ട് അവരെൻ്റെ ഒപ്പം നിൽക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് അത് സംഭവിക്കുന്നത്. അപ്പോൾ ആ നിലയ്ക്കുള്ള പ്രിപ്പറേഷൻസ് ഉണ്ട്. പിന്നെ പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ ചോദിക്കാതെ തന്നെ പറയുകയാണ്, ഈ സ്റ്റൈലായി പോകുന്നുണ്ട്. ഇപ്പം ഡോക്ടർ കുറേ ഡോക്ടർ. അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്തമാണ് ഒരു ഡോക്ടറിൽ നിന്നും വേറെ ഡോക്ടർ മാറി നിൽക്കുക, വ്യത്യാസപ്പെട്ട് നിൽക്കുക എന്നുള്ളത്. ഡിപ്പാർട്ട്മെൻറ്റ് മാറിയാലും ഡോക്ടറുടെ സ്വഭാവം മാറാം, ബോഡി ലാംഗ്വേജ് ഒക്കെ മാറാം. ഒരു സർജൻ സംസാരിക്കുന്ന പോലെ ആയിരിക്കില്ല ഒരു ഫിസിഷ്യൻ സംസാരിക്കുന്നുണ്ടാവും, ഒരു ഗൈനക്കോളജിസ്റ്റ് സംസാരിക്കുന്ന പോലെ ആയിരിക്കില്ല ഒരു സൈക്കാട്രിസ്റ്റ് സംസാരിക്കുന്നുണ്ടാവും. അപ്പം ഇതൊക്കെ നമ്മുടെ ഒബ്സർവേഷൻസ്. അപ്പോൾ ഇതിനെ എങ്ങനെ ഉപയോഗപ്പെടുത്തും എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കാറ് എപ്പോഴും. പിന്നെ സിനിമയാണല്ലോ ഇപ്പം ആക്ഷൻ എന്ന് പറയുമ്പോൾ മുതൽ ആ റിയാലിറ്റി പോയല്ലോ. നമ്മളിപ്പോൾ റിയാലിറ്റി ഇല്ലല്ലോ, ആക്ഷൻ എന്ന് പറഞ്ഞതിന് ശേഷമാണ് പെർഫോം ചെയ്യുന്നത്. അപ്പം ആ സമയത്തേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് മാത്രം നമ്മൾ ആലോചിക്കുക. അപ്പോൾ അതിൻ്റെ സിനിമാറ്റിക് ആയിട്ടുള്ള ചില സ്വാതന്ത്ര്യങ്ങളുണ്ട്. കുറച്ചൊന്ന് എക്സാജറേറ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കാറുണ്ട്. ചില സംവിധായകർ കൃത്യമായി അതിനെ സ്കെയിൽ ചെയ്ത് തരാറുണ്ട്, ഇത്രയും വേണ്ട ഇത്രയും മതി എന്നൊക്കെ പറഞ്ഞു തരാറുണ്ട്. അപ്പോൾ അത് നമുക്ക് ഗുണമാവും. പക്ഷെ അതിനൊക്കെ മുമ്പ് അന്വേഷിച്ച് ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയാമെങ്കിൽ വളരെ മുമ്പ് തന്നെ തുടങ്ങണം, അല്ലെങ്കിൽ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടാവും. ഒരു നല്ല ആർട്ടിസ്റ്റ് ആണെങ്കിൽ
വളരെ മുമ്പ് ഓട്ടോമാറ്റിക്കലി തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടാവും ഈ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. ഇതേപോലത്തെ ഒരു പ്രിപ്പറേഷൻ ആയിരുന്നോ ഈ പുതിയ സിനിമ ഏത് റൈഡിൽ വേണ്ടി വന്നത്? തീർച്ചയായിട്ടും റൈഡ് സിനിമ ഒരു സ്റ്റേജി പെർഫോമൻസ് പോലെയായിരുന്നു. ഞങ്ങൾ 6 പേര് ഒരുമിച്ചൊരു സ്പേസിലായിരുന്നു. അപ്പം കാറിനുള്ളിലായാലും നമ്മൾ പോയി നിൽക്കുന്ന ഒരു ഗോഡൗണിൻ്റെ ഉള്ളിലായാലും രണ്ടിടത്തും നമ്മളൊരു സ്റ്റേജ് പെർഫോമൻസ് ആയിരുന്നു. അപ്പം അതിൻ്റേതായിട്ടുള്ള പരിമിതികളും അതിൻ്റേതായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങളും ഉണ്ടായിരുന്നു, സന്തോഷങ്ങളുണ്ടായിരുന്നു. നമുക്ക് കൂടെ നിൽക്കുന്ന ആർട്ടിസ്റ്റുകളുടെ എല്ലാവരും ഒരേ സമയത്ത് റിയാക്ട് ചെയ്യുമ്പോൾ നമ്മളൊരു ഒറ്റ സിറ്റുവേഷനിലാണ് ചെന്നപ്പെട്ടിട്ടുള്ളത്. അപ്പം അതിനോട് നമ്മൾ പല രീതിയിൽ റിയാക്ട് ചെയ്യണം എന്നുള്ളത് ഞങ്ങളുടെ ഒരു പ്രത്യേക നിഷ്കർഷയായിരുന്നു. അല്ലെങ്കിൽ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും ഒരുപോലെ ബിഹേവ് ചെയ്തത് പലയിടങ്ങളിൽ നിന്ന് വന്നവർ നടത്താൻ. അപ്പോൾ അത് ശരിക്കും ഒരു ചലഞ്ചായിരുന്നു. ഇറ്റ് വാസ് നമ്മളെ അലേർട്ടാക്കി നിർത്താൻ ഗുണം ചെയ്തെന്നായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ പ്രിപ്പറേഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും പലപ്പോഴും അതൊന്നും ആയിരുന്നില്ല അവിടെ സംഭവിക്കുന്നത്. അത് ചിലപ്പോൾ ഒരുപക്ഷെ മാല എന്നോട് ശ്രീകാന്ത് ഇത് അങ്ങനെ ചെയ്യല്ലേ എന്ന് മാലയുടെ ഒരു ഓർമ്മപ്പെടുത്തലുണ്ടാവും. തിരിച്ചങ്ങോട്ടും അത്രയും ഓവർ എക്സ്പ്രസീവ് ആവണ്ട, നാടകം വല്ലാതെ ഫീൽ ചെയ്യുന്നുണ്ട്, നാടകമാണത് എന്നാലും നാടകം വല്ലാതെ ഫീൽ ചെയ്യുന്നുണ്ട്, ഇങ്ങനെയുള്ള ഡിസ്കഷൻസ് നടന്നു. പലപ്പോഴും ക്ലോസപ്പ്, കൗണ്ടർ ക്ലോസ്, മിഡ് എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ സിനിമകൾ. ഇതങ്ങനെ ആയിരുന്നില്ല. ഒരു സ്റ്റേജി ഒരു 6 പേരെ നിർത്തിയിട്ട് നമ്മൾ പെർഫോമൻസ് കണ്ടിട്ട് അതിന് ഷോട്ട് വയ്ക്കലായിരുന്നു ഡയറക്ടറുടെയും ക്യാമറമാൻ്റെയും പരിപാടി. അപ്പോൾ അത് ഇറ്റ് വാസ് ഡിഫറെൻറ്റ് ആൻഡ് ഇറ്റ് വാസ് എ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ഓൾസോ. പലപ്പോഴും ഒരു നടൻ ശ്രദ്ധിക്കേണ്ടതും എന്നാൽ അത് കാര്യമായിട്ട് എടുക്കാറുമില്ല ആക്ടർ. അത് പലപ്പോഴും പല ആക്ടേഴ്സും അത് അവഗണിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ അത് എന്തായിരിക്കും? പ്രധാനപ്പെട്ട കൺസേൺ വേണ്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളുടെ മാത്രം ബാധ്യതയാണ്. നമ്മളായി തന്നെ നമുക്ക് 1, 2, 3 സിനിമകളിലേ പറ്റുള്ളൂ. പക്ഷേ നമ്മളായി തന്നെ നിൽക്കുന്നത് കൊണ്ട് ഗുണം ചെയ്യുന്ന സൂപ്പർ സ്റ്റാറുകളുണ്ട്. അവരുടെ ആ സ്റ്റൈൽ കൊണ്ട് തന്നെ, ഇപ്പം രജനികാന്ത് അദ്ദേഹത്തിൻ്റെ സ്റ്റൈൽ കൊണ്ട് തന്നെ എത്രയോ കാലം നിൽക്കുക, അതൊക്കെ അത്ഭുതമാണ്. മറിച്ച് ക്യാരക്ടർ റോൾസിലേക്ക് മാറുന്ന സൂപ്പർ സ്റ്റാറുകൾ, ഇപ്പം മമ്മൂക്ക ചെയ്തിട്ടുള്ള കളങ്കാവൽ മമ്മൂക്ക തന്നെയാണ്. പക്ഷെ നമുക്ക് അങ്ങനെ ഒരാളെ മമ്മൂക്കയുടെ വേറൊരു സിനിമകൾ നമ്മൾ കണ്ടിട്ടില്ല. പൊന്തന്മാട് നമ്മൾ കണ്ടു, വിധേയൻ നമ്മൾ കണ്ടു, സൂര്യമാനസം നമ്മൾ കണ്ടു, അബ്കാരി എന്നൊരു സിനിമ നമ്മൾ കണ്ടു, മൃഗയ കണ്ടു, ഓഫ് കോഴ്സ് വടക്കൻ വീരഗാഥ നമ്മൾ കണ്ടു, ന്യൂഡൽഹി നമ്മൾ കണ്ടു, നിറക്കൂട്ട് നമ്മൾ കണ്ടു, എത്രയോ സിനിമകൾ ഇപ്പം പറഞ്ഞാൽ തീരില്ല. അപ്പോൾ അതിലൊക്കെ അദ്ദേഹം സ്വീകരിച്ചത് അദ്ദേഹത്തിൻ്റെ മുഖവും അദ്ദേഹത്തിൻ്റെ ശരീരം തന്നെയാണ്. പക്ഷേ അദ്ദേഹം അവിടെ വേറൊരു പരിപാടി, അതായത് ഞാൻ അവിടെ ചെന്നിരുന്നാൽ അല്ലെങ്കിൽ ഞാൻ അതിനെ എങ്ങനെ കാണുന്നു, എന്നിൽ നിന്ന് എനിക്ക് രക്ഷയൊന്നുമില്ല. അപ്പം ആ ഒരു ഹോംവർക്ക് പ്രധാനമാണ്. അത് വേറെ ആരുടെ ഉത്തരവാദിത്തമല്ല, വേറെ ആരും ഇത് ശ്രദ്ധിച്ചോളൊന്നുമില്ല. അവർക്ക് നമ്മൾ പോയി അവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള കാലത്ത് നമ്മൾ മുമ്പോട്ടാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങോട്ടുള്ള കാലത്ത് നമ്മൾ അത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ നമ്മളുടേതായിട്ട് തന്നെ കണ്ടെത്താൻ പലപ്പോഴും പല തിരക്കുകളും ഉണ്ടാവാം. എസ്പെഷ്യലി ഇപ്പം ക്യാരക്ടർ റോൾസ് ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ, അവർക്ക് ചിലപ്പോൾ പക്ഷേ ഈ സെറ്റിൽ നിന്ന് മറ്റേ സെറ്റിലേക്ക് ഓടി പോകേണ്ടത് കൊണ്ട് ഇതിൽ നിന്ന് ഇറങ്ങി അതിലേക്ക് കയറൽ എന്ന് പറയുന്ന ഒരു സംഭവം ചിലപ്പോൾ ഒരുപക്ഷെ അതുകൊണ്ടാവാം. അല്ലെങ്കിൽ ചിലപ്പോൾ കണ്ടിന്യൂറ്റി ഇഷ്യൂസ് ഒക്കെ ആയിരിക്കും. അപ്പം ഹെയർ തിരിച്ച് 3 ദിവസം കഴിഞ്ഞ് മറ്റേ പടത്തിലേക്ക് ജോയിൻ ചെയ്യേണ്ടതുകൊണ്ട് ഒത്തിരി കാര്യങ്ങളുണ്ട്, കാരണങ്ങളുണ്ട്. പക്ഷേ ഇത് ബാധിക്കുന്ന അർത്ഥം. അപ്പോൾ അവർക്ക് വളരെ നിസ്സാരമാണ്. നമ്മൾ കാലങ്ങളായി, ഞാനൊരു 45 വർഷമായിട്ട് സിനിമ കാണുന്നുണ്ട്. നമ്മൾ എത്രയോ പേരെ കണ്ടു, എത്രയോ പേർക്ക് കൈയടിച്ചു. പക്ഷെ അവരിൽ എത്ര പേര് ഇപ്പോൾ ഇവിടെ ഉണ്ട്? ഞാൻ ജീവനോടെ ഉണ്ടെന്നുള്ളതല്ല ചോദിക്കുന്നത്, ഇവിടെ ഉണ്ടായിട്ട് തന്നെ അവർക്ക് ഇപ്പോൾ എത്രയോ വളരെ സൂപ്പർ സ്റ്റാറുകളായിരുന്നവരൊക്കെ ഇപ്പോൾ എവിടെയുണ്ട്? അതിൻ്റെ കാരണം അവർ തന്നെ അന്വേഷിക്കുക, നമ്മളന്വേഷിക്കുമല്ലോ. ഞാൻ അന്വേഷിക്കാറുണ്ട് എന്തുകൊണ്ട് അവരിപ്പോൾ ഇല്ല എന്ന്. അപ്പോൾ അതിന് ഞാൻ കണ്ടെത്തിയ ഉത്തരം എന്ന് പറയുന്നത് അവർ ആ കാലത്തിനൊപ്പമുള്ള ഈവൻ നമ്മളുടെ ഡയലോഗ് ഡെലിവറിയും ഒരു കാര്യത്തോടുള്ള നമ്മുടെ പ്രതികരിക്കുന്ന രീതിയും നമ്മുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ ആ കഥാപാത്രം എന്നുള്ളതിലുപരി ടോട്ടലായിട്ടുള്ള നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥയൊക്കെ ബാധിക്കുന്നുണ്ട്. മുമ്പ് ഇപ്പോൾ കോവിഡിന് ശേഷം ഉറക്കക്കരയുന്ന വീടുകളിൽ ഉറക്കക്കരയുന്നവരുടെ എണ്ണം കുറഞ്ഞു എന്നല്ല, തീരെ ഇല്ല. ശ്രദ്ധിച്ചു നോക്കൂ, അതൊരു നല്ലൊരു ഒബ്സർവേഷൻ. ഒരു സുഹൃത്ത് പറഞ്ഞാൽ നമ്മൾ കോവിഡ് എന്ന് പറയുന്നത് മരണത്തിന് അപ്പുറത്തേക്കുള്ളൊരു കടമ്പയായിരുന്നു. നമ്മൾ അതും കടന്നു, ഈ ലോകം മുഴുവൻ. അപ്പോൾ ഇപ്പോൾ വീട്ടിലൊക്കെ ഒരു മരണം നടന്നാൽ മുൻപ് ചങ്കത്തടിച്ച് കരയുന്നവരുടെ ശബ്ദം നമുക്ക് ദൂരെ നിന്ന് കേൾക്കാമായിരുന്നു. നാട്ടിൻപുറത്തൊക്കെയാണ് പ്രത്യേകിച്ച് ഒരു ചടങ്ങ് പോലെ ചടങ്ങ് അല്ലെങ്കിൽ ഫീൽ ചെയ്തിട്ടായിരിക്കും കരയുന്ന കാര്യം. ഇപ്പം അങ്ങനെ ഉറക്ക കരയുന്നവരുടെ എണ്ണം ഉണ്ടോ? വളരെ കുറച്ച് ആൾക്കാർ ഉറക്കി കരയുന്നുള്ളൂ. അപ്പോൾ ഇത് ഞാൻ ലൗഡറായിട്ടുള്ള എക്സ്പ്രഷൻ, വേ ഓഫ് എക്സ്പ്രഷൻ ഞാൻ പറഞ്ഞു, ഒരു കമ്മ്യൂണിറ്റിയുടെ അത് മാറിയിട്ട് നമ്മളിലൊക്കെ ഈ വ്യത്യാസമുണ്ട്. നമ്മളൊന്നും അങ്ങനെ ലൗഡായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നവരല്ല. അതൊക്കെ നമ്മളുടെ എല്ലാ ക്രിയേഷൻസിനെയും ബാധിച്ചിട്ടുണ്ട്. എഴുത്തിലായാലും ഒരു കാര്യത്തോട് പ്രതികരിക്കലായാലും, പിന്നെ നമുക്കിപ്പോൾ മുൻപുള്ളതിനേക്കാൾ കൂടുതൽ ഒരു കാര്യം പറയാനുള്ള പ്ലാറ്റ്ഫോമുകളുടെ എണ്ണം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മുഖമില്ലാതെ സംസാരിക്കാനാണ് ആൾക്കാർക്ക് താല്പര്യം. അവർ രാഷ്ട്രീയം മുൻപ് അടങ്ങി ഒതുങ്ങിയിരുന്ന രാഷ്ട്രീയമൊക്കെ ഇപ്പം എല്ലാം കൂടെ പുറത്തു ചാടി വന്നിട്ടുള്ള ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട്. ഞാൻ അങ്ങോട്ടൊന്നും ഒത്തിരി നമ്മൾ പോകുന്നില്ല. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ വന്നിട്ടുള്ള വ്യത്യാസങ്ങളാണ്. അപ്പോൾ ഇത് നമ്മൾ അവതരിപ്പിക്കുന്ന ക്യാരക്ടറിനെയും ഇതൊക്കെ ബാധിക്കും എന്നുള്ളത് ബോധ്യം
അതിന് അപ്ഡേഷൻ കൃത്യമായിട്ട് ആവശ്യമാണ്. പലപ്പോഴും അതും നമ്മൾ തിരക്കിനിടയിലായിരിക്കാം, അതും നമ്മൾ മറന്നുപോയാൽ അത് നമ്മളുടെ പെർഫോമൻസിനെ ബാധിക്കും, നമ്മളുടെ ലോഞ്ചിവിറ്റിയെ, നമ്മുടെ ഒരു അങ്ങോട്ടുള്ള യാത്ര ചെയ്ത് വല്ലാതെ ബാധിക്കും. കാരണം അത് തന്നെ ഈ സൊസൈറ്റിയിലെ മാറ്റങ്ങൾ ഉൾക്കൊള്ളാണ്ട് നമ്മളെ ക്യാരക്ടറേയും കൂടെ സ്വീകരിക്കാൻ പറ്റില്ല. അതും കൂടെ ക്യാരക്ടറിൽ ഇംബൈബ് ചെയ്യണം. ക്യാരക്ടർ മുൻപുള്ള തീർച്ചയായിട്ടും ഞാൻ വളരെ വലിയ താരങ്ങളുടെ പോലും ചില സിനിമകളിലെ പെർഫോമൻസസ് കാണുമ്പോൾ അവരെന്തുകൊണ്ട് ആലോചിക്കുന്നില്ല എന്ന് നമുക്ക് ചോദിച്ചു പോകാൻ തോന്നുന്നത് ഇതാണ് എൻ്റെ കാരണം. ആ നിലയ്ക്കുള്ള അപ്ഡേഷൻസ് ഇല്ല. ഒരു ഡ്രൈവർ സ്ഥിരമായി അയാൾ കയറുന്ന ബസ്സും അയാൾ അപ്പം കയറുന്ന ബസ്സും, ട്രാൻസ്പോർട്ട് ബസ്, അതിൽ പല പല ബസ്സുകളിലാണ് കയറുക. അയാൾ സ്ഥിരമായി ഓടിക്കുന്ന വണ്ടിയിലേക്ക് അയാൾ കയറുന്നത് നമുക്ക് കണ്ടറിയാം ഇല്ലേ? ഞാൻ സിനിമ വിടൂ, നമ്മളെ ക്യാമറ വിടൂ, എന്നിട്ട് അയാൾ ഒബ്സർവേഷൻ ചെയ്താൽ അയാൾ ആദ്യമായിട്ടാണ് ഈ വണ്ടി കയറുന്നത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അയാൾ ആദ്യമായിട്ടാണ് ആ വണ്ടി കയറുന്നതെന്നും അയാൾ കുറച്ച് ദിവസമായിട്ട് കയറുന്ന ആളാണെന്നൊക്കെ നമുക്കറിയാം. അതുപോലെ നമ്മൾ സ്ഥിരമായി കയറുന്ന കുളിമുറി, നമ്മൾ സ്ഥിരമായി കയറി പോകും, നമ്മുടെ വീടിൻ്റെ അകത്തേക്ക് നമ്മൾ കയറിപ്പോയാൽ നമ്മളുടെ കയ്യിലുള്ള സാധനങ്ങൾ നമ്മൾ എവിടെയൊക്കെ വയ്ക്കും. കുഞ്ഞുങ്ങളൊക്കെ ശ്രദ്ധിക്കില്ല അവർ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഒബ്സർവേഷൻ ഒത്തിരി ഗുണം ചെയ്യുന്നതാണ്. അതുപോലെ നമ്മുടെ കോൺവെർസേഷൻസ്, മുൻപൊക്കെ മുഖത്തോട് മുഖം നോക്കി സംസാരിക്കണം എന്ന് പറയും, പക്ഷേ അങ്ങനെയൊന്നും നമ്മൾ സംസാരിച്ചിരുന്നില്ല ഒരിക്കലും. നമ്മൾ പലപ്പോഴും നമ്മുടെ അമ്മയുടെ അച്ഛൻ്റെയൊക്കെ മുഖമൊക്കെ വല്ലപ്പോഴും കാണാറുള്ളൂ. ആലോചിച്ചു തിരക്കിനിടയ്ക്ക് ചിലപ്പോൾ അമ്മയുടെ മുഖത്തൊക്കെ ഒരു സ്കാർ ഉള്ളതൊക്കെ നമ്മൾ കുറേ ദിവസം കഴിഞ്ഞിട്ട് മോനെ ഇവിടെ ഒരു നീരുണ്ടെന്ന് പറയുമ്പോഴോ അല്ലെങ്കിൽ ഡോക്ടർ നോക്കുമ്പോഴൊക്കെ ആയിരിക്കും, എന്തെങ്കിലും അസുഖം നോക്കുമ്പോഴായിരിക്കും ഈ പാട് നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അത്ര കണ്ട് ശ്രദ്ധയില്ലാതെയാണ് നമ്മളിലേക്ക് ഒതുങ്ങി ജീവിക്കുന്നത്. ഇതൊരു സാധാരണ സിനിമ അല്ലെങ്കിൽ ഇതുപോലെ ക്രിയേറ്റീവ് സ്പേസ് പ്രൊഫഷനാക്കി എടുക്കാത്തവർക്ക് അത്ര കണ്ട് ബാധിക്കില്ല. നമ്മൾ ഇതുമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മളാണ് ആദ്യം ഇത് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. താങ്കളൊരു ആഡ് ഫിലിം ഡയറക്ടറും കൂടെയാണ്. ഒരു ക്ലയൻറ്റ് വന്നൊരു പരസ്യത്തിൻ്റെ കൺസെപ്റ്റ് പറയുമ്പോൾ ആ ബ്രാൻഡിനെ എങ്ങനെയാണ് മനസ്സിലാക്കി തുടങ്ങുന്നത്? ശരിക്കും എന്നേക്കാൾ മുമ്പ് ആ ബ്രാൻഡിൻ്റെ അടിമുടി മനസ്സിലാക്കിയ ഒരാളാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്, എൻ്റെ ക്ലയൻറ്റ്. അവർക്കറിയാം, അവർക്ക് അവരുടേതായിട്ടുള്ള അറിവുണ്ട്. പിന്നെ അവർ ഈ ബ്രാൻഡ് തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നെ ഇതുപോലുള്ള കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ള മറ്റു ബ്രാൻഡുകളെ പറ്റി പഠിച്ചിട്ടുണ്ടാവും അല്ലേ? പഠിച്ചിട്ടില്ലെങ്കിൽ പഠിക്കണം. ഞാൻ എൻ്റെ കുപ്പിയിൽ എണ്ണ ഇട്ടിറങ്ങുമ്പം എൻ്റെ എണ്ണയ്ക്ക് മുമ്പ് വേറെ ഏതൊക്കെ എണ്ണകൾ ആൾക്കാർ ഉപയോഗിച്ചിരുന്നൊന്നും, അമ്മ കാച്ചി എണ്ണ ഇരിപ്പുണ്ട് അവിടെ വരാന്തയിൽ അല്ലെങ്കിൽ വെന്റിലേറ്ററിന്റെ മുകളിൽ പായൽ പിടിച്ചിരിപ്പുണ്ട് അവിടെ അല്ലേ? നമ്മളിത് ഉപയോഗിക്കാറില്ല. അമ്മ കാച്ചിയ മറ്റേ തേക്കിന്റെ കൂമ്പൊക്കെ ഇട്ടുള്ള എണ്ണ ഇരിപ്പുണ്ട്. ആ എണ്ണയും നമുക്ക് കോമ്പറ്റീറ്ററാ. അതെ, അമ്മ കാച്ചിയ എണ്ണയും കോമ്പറ്റീറ്ററാ. അപ്പോൾ ഇതൊക്കെ ഏറെക്കുറെ അറിഞ്ഞ ഒരാളായിരിക്കും. ചിലപ്പോൾ ഒരു പക്ഷേ അങ്ങനെ അല്ലെങ്കിൽ അദ്ദേഹത്തെ അവെയർ ആക്കുക എന്നുള്ള പരിപാടിയാണ് ആദ്യം ചെയ്യുക. പിന്നെ ഇപ്പോൾ കുറെ കൂടി ഓർഗനൈസ്ഡ് ആണ്, കുറെ കൂടി ഈ കോമ്പറ്റീഷനെ കുറിച്ച് മനസ്സിലാക്കുകയും ഈ കോവിഡ് ടൈമിൽ ഓൺലൈൻ കച്ചവടങ്ങൾ അതിഗംഭീരം, ആമസോൺ പോലുള്ള വലിയ വലിയ ബ്രാൻഡുകളുടെ. അതുകൊണ്ട് തന്നെ ജനങ്ങളെല്ലാം ഈവൻ ഡോക്ടേഴ്സിനെ വരെ ഞാൻ ഗൂഗിളിൽ നോക്കിയിട്ടല്ലേ ഇന്ന ഡോക്ടറെ കാണാൻ പോകും അല്ലേ? പണ്ട് ഞാൻ ജനറൽ ആശുപത്രിയിലേക്ക് പോവാ, ഇപ്പം അതല്ല. ഞാനൊരു കാർഡിയാക് സർജൻ ഉണ്ടെങ്കിൽ ഞാൻ എറണാകുളത്തുള്ള മുഴുവൻ സർജൻസിനെ അന്വേഷിച്ചിട്ട് അതിൽ ഇന്ന ആളുടെ ഹിസ്റ്ററി വരെ നോക്കിയിട്ടാണ് ഞാൻ പോവുക. അദ്ദേഹത്തെ കുറിച്ചുള്ള കമന്റ് വരെ നോക്കിയിട്ടാണ് ഞാൻ ആ ഡോക്ടർ വേണോ വേണ്ടോ തീരുമാനിക്കുന്നത്. അപ്പൊ പിന്നെ എന്നോട് അത് കുഞ്ഞിന് കൊടുക്കാനുള്ള, എൻ്റെ നവജാത ശിശുവിന് എനിക്കിപ്പോ പറഞ്ഞ ന്യൂ ബോൺ ബേബിക്ക് മേത്ത് തേക്കേണ്ട എണ്ണയെ കുറിച്ചിട്ട് ഞാൻ വറീഡാണ്. മുമ്പതല്ല, അമ്മൂമ്മ കുളിപ്പിച്ചോളൂ. ഈ വ്യത്യാസം ഞാൻ അറിയുന്നുണ്ട്, ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ദെൻ ഓഫ് കോഴ്സ് എന്താണ് ഈ പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് ക്ലയന്റിന് പ്രത്യേകമായി എന്താണ് പറയാനുള്ളത്, അത് പ്രധാനമാണ്. അത് മാർക്കറ്റിംഗിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ എന്നെ മാർക്കറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഇവിടെ ഇരുന്ന്. ഇപ്പൊ നടക്കുന്ന എന്റെ മാർക്കറ്റിംഗ് അനീഷിന്റെ രീതിയിൽ, അനീഷിന്റെ ചോദ്യങ്ങളിലൂടെ, അനീഷിന്റെ ചോദ്യങ്ങളുടെ തെരഞ്ഞെടുപ്പിലൂടെ ഒക്കെ അനീഷും മാർക്കറ്റ് ചെയ്യപ്പെടുന്നത്. അല്ല, അങ്ങനെ കാണാമല്ലോ അതിനെ. അപ്പൊ അങ്ങനെ ഒരു സ്റ്റഡി നടന്നതിന് ശേഷമാണ് ഒരു ബ്രാൻഡിലേക്ക് നമ്മൾ കയറുക. ദെൻ ആ ബ്രാൻഡിന്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിലുള്ള ഏതെല്ലാം പ്ലാറ്റ്ഫോമുകളിൽ അതിനെ ഏതെല്ലാം രീതിയിൽ അവതരിപ്പിക്കാമെന്ന് നോക്കും. ഇവിടെയൊക്കെ നമ്മൾ അവരുടെ കോമ്പറ്റീറ്റേഴ്സിനെ കുറിച്ചുള്ള ഒരു സ്റ്റഡി കൂടി പാരലലി നടക്കും. അങ്ങനെയാണ് ഇതിന്റെ പ്രോസസ്സ്. ഓരോ സെക്കൻഡും സാധനം കൺവേ ചെയ്യണം. ഓരോ സെക്കൻഡും ഓരോ ഫ്രെയിമിലും ചിലപ്പം ഐഡിയ കൺവേ ചെയ്യേണ്ടി വരും. ഇത് എങ്ങനെയാണ് നിങ്ങൾ ഇത്രയും വലിയൊരു ഐഡിയ ഒരു 30 സെക്കൻഡിൽ കൊണ്ടുവരുന്നത്? ഞാൻ പറഞ്ഞല്ലോ, കുറച്ചുകൂടെ കാച്ചി കുറുക്കി പറഞ്ഞാൽ ഈ ഒരു പ്രോസസ്സിന്റെ എൻഡ് റിസൾട്ട് അതാവണം. ആ പ്രോഡക്റ്റ് ഇറങ്ങണമെന്ന് ആലോചിക്കണം, ആ പ്രോഡക്റ്റിൽ എന്തൊക്കെ ചേർക്കണം എന്ന് ആലോചിക്കണം, ആ പ്രോഡക്റ്റിൻ്റെ കൂടെയുള്ള കോമ്പറ്റീറ്റേഴ്സ് ആരൊക്കെയാണെന്ന് ആലോചിക്കണം, അവിടെ നമുക്ക് എന്ത് ഡിഫറൻ്റ് ആയിട്ട് പറയണം. ഈ ആലോചനയിൽ തന്നെ ഈ പറയുന്ന 30 സെക്കൻഡ്സിലേക്കും അതിലൊരു സെക്കൻഡിലേക്കും അല്ലെങ്കിൽ 2 സെക്കൻഡിലേക്കും ഇത് ചുരുങ്ങുന്നുണ്ട്. പലപ്പോഴും വലിയ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ അവരൊക്കെ അവരുടെ തോട്ട് പ്രോസസ്സിൽ ഉണ്ടാവും, ഒരു സെക്കൻഡിൽ അവർക്കുണ്ടാകുന്ന ഒരു തോട്ടാണ് ശരിക്കും പരസ്യങ്ങൾ ചെയ്യേണ്ടത് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വന്നപ്പോഴേക്കും 1 മിനിറ്റ് 3 മിനിറ്റ് ഒക്കെ നമുക്ക് മൈക്രോ ഡ്രാമാസ് വരെ ചെയ്യാം. മറിച്ച് ബേസിക്കലി ഈ 30 സെക്കൻഡ്സിൻ്റെ കാര്യമാണെങ്കിൽ ശരിക്കും നമ്മളുടെ തോട്ട് തുടങ്ങേണ്ടത് ആദ്യത്തെ 3 സെക്കൻഡിൽ നിന്നോ 5 സെക്കൻഡിൽ നിന്നോ ആണ്. 3 സെക്കൻഡിൽ ഒരു തോട്ടാണ് നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത്.
അതിനെ 5 സെക്കൻഡിലേക്കും 8 സെക്കൻഡിലേക്കും 10 സെക്കൻഡിലേക്കും വലുതാക്കുകയാണ് വേണ്ടത്. അപ്പോൾ പ്രധാനപ്പെട്ട നട്ട് ഷെല്ലിൽ നമുക്ക് കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതിൻ്റെ ഒരു ബേസ് ലൈൻ, ഒരു ക്യാപ്ഷൻ, വോയിസ് ഓവർ ആർട്ടിസ്റ്റുകൾക്കൊക്കെ അറിയാം. ഇപ്പം ജിസ്മോനോട് ചോദിച്ചാൽ ജിസ്മോൻ പറയും, ചേട്ടാ ഇതിന് 3.5 സെക്കൻഡോട് പറഞ്ഞു തീർക്കാം, അത് കൃത്യമായി പറയും. വളരെ എക്സ്പേർട്ട് ആയിട്ടാണ്. ഞാൻ ജിസ്മോനെ എല്ലാവർക്കും അറിയാവുന്ന ആളാണ്, ജിസ് ജോയ്, ഡയറക്ടറായിട്ടുള്ള ജിസ് ജോയ് 3.5 സെക്കൻഡ് കൊണ്ട് ഇത് ചേട്ടാ ഇത് 3 സെക്കൻഡ് കൊണ്ട് തീരുന്ന് നോക്കിയിട്ട് പറയും. അരുൺ എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട് ഇവിടെ, രമേശ് ചേട്ടനുണ്ട്, ഓഫ്കോഴ്സ് നമ്മുടെ പ്രാക്സ് എന്നൊക്കെ പറഞ്ഞ ഇവിടുത്തെ ഏറ്റവും സീനിയർ. അവരൊക്കെ ഈ നമ്മൾ എഴുതി കൊടുക്കുന്ന ക്യാപ്ഷൻ വായിച്ചാൽ അപ്പം തന്നെ അവർ പറയും എത്ര സെക്കൻഡ്. അതിന്റെ എലാബറേഷൻ അതാ, അങ്ങനെയാണ് പരസ്യം ചെയ്യേണ്ടത്. അല്ലാണ്ട് നമ്മൾ 1 മിനിറ്റിന്റെ തോട്ട് ആലോചിച്ചിട്ട് അത് 5 സെക്കൻഡിലേക്ക് കൊണ്ടുവരല്ല വേണ്ടത്. 5 സെക്കൻഡിൽ പറയാനുണ്ട് ഉള്ളത് കൃത്യമായി ആദ്യം നിശ്ചയിക്കണം. അതിനെ പിന്നെ നമുക്ക് നമ്മുടെ ധാരാളിത്തം, അതായത് തലമുടി ഉണ്ടെങ്കിൽ 4 പാടും കെട്ടാം എന്ന് പറയുന്ന പോലെ, പിന്നെ നമുക്ക് ടൈം കിട്ടുന്നതനുസരിച്ചിട്ട് അതിനെ 10 സെക്കൻഡ്സും 20 സെക്കൻഡ്സും 30 സെക്കൻഡ്സും ആയിട്ട് എലാബറേറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും ഈ കണ്ടന്റ് മിസ്സാവില്ല. നമുക്ക് പറയാനുള്ളത് കല്ലെടുത്തെറിയുന്നത് പോലെ അവിടെ ഉണ്ടാവും. അതുണ്ടാക്കുന്ന റിപ്പിൾസ് ഉണ്ടല്ലോ, അതാണ് ഒരു അഡ്വർടൈസ്മെന്റിന്റെ ഏറ്റവും വലിയ വിജയം. ഒരു അഡ്വർടൈസ്മെന്റ് വിജയിക്കുന്നത് അവിടെയാണ്. ഒരു ചെറിയ പോയിന്റ് മതി അതിന്. ഇപ്പം പറഞ്ഞല്ലോ, ഡിജിറ്റൽ റെവല്യൂഷൻ വന്ന ശേഷം ആഡ് ലെങ്ത് ഇപ്പോൾ കൂട്ടി ചെയ്യാം, ഇൻഫ്ലുവൻസേഴ്സ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ചെയ്യുമ്പോൾ തന്നെ ഇപ്പം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ OTTക്ക് അതിൻ്റെതായ സ്ഥാനം തന്നെയുണ്ട്. ഇപ്പോൾ OTTയിൽ ഒരു പരസ്യമുണ്ട്. ഇപ്പോൾ OTTയിലെ പരസ്യം ഈ പറഞ്ഞ പോലെ 30 സെക്കൻഡ് ആവണമെന്നില്ല. ഇങ്ങനൊരു ക്ലാഷ് വരുമോ ഈ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ആഡിൻ്റെ ഡ്യൂറേഷനും ഈ OTTയിൽ കൊടുക്കുന്ന ആഡിൻ്റെ ഡ്യൂറേഷൻ നമ്മളൊരു ക്ലാഷ് വരുമോ ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ? ഇതിന് അത് നമുക്ക് ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ട് ഏതെങ്കിലും ഇഷ്യൂ ബേസ്ഡ് ആയിട്ട് സംസാരിക്കുമ്പോഴാണ് അങ്ങനെ കൃത്യമായിട്ട് മറുപടി പറയാൻ പറ്റുക. മറിച്ച് എനിക്കൊന്ന് പറയാൻ പറ്റും, ആ ക്ലാഷ് ഉണ്ടാവാതിരിക്കാൻ ഒരു ബ്രാൻഡിനെ നമ്മൾ അതിൻ്റെ ഒരു എല്ലാ പ്ലാറ്റ്ഫോമുകളിലേക്കും ഉള്ളൊരു പരിപാടിയായിട്ട് അങ്ങനെ തന്നെ ആലോചിക്കണം. അതായത് ഞാൻ വൈറ്റ്ല സിഗ്നലിൽ വയ്ക്കുന്ന വലിയ ഫ്ലക്സിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആവണം ഞാൻ ഈ OTTയിൽ കാണുന്ന. അത് പലതാവുമ്പോഴാണ് ഈ ക്ലാഷ് എന്ന വാക്കുണ്ടാവുക. എല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ക്യാമ്പയിൻ, ഒരു 3 months 6 months ക്യാമ്പയിൻ ഉണ്ട്, 3 മാസം നമുക്ക് ഓരോ 3 മാസം കൂടുമ്പോഴും ഈ പരസ്യ കമ്പനിക്കാർ തന്നെ ഉണ്ടാക്കിയ സെലിബ്രേഷൻസ് ഉണ്ട് അല്ലെ. ഈ സെലിബ്രേഷൻസ് ഒക്കെ നമ്മൾ ബ്രാൻഡ് ചെയ്താണല്ലോ. അക്ഷയ തൃതീയ എന്ന ഒരു നമ്മൾ ഉണ്ടാക്കിയതാണല്ലോ. അതുപോലെ ഇതെല്ലാം ക്രിസ്മസിനെയും ഓണത്തിനെയും എല്ലാത്തിനെയും നമ്മൾ ന്യൂ ഇയറിനൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഈ ബ്രാൻഡുകളുടെ ബുദ്ധിയാണല്ലോ. അത് അതിൽ വേറെ രാഷ്ട്രീയം വരുന്നത് ഞാൻ പറയാം. അതൊക്കെ ഈ ഉത്സവങ്ങളൊക്കെ ബ്രാൻഡഡ് ആണല്ലോ, എല്ലാം ബ്രാൻഡഡ്. അപ്പം നമുക്കിപ്പം നമ്മുടെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ സാഹചര്യം വെച്ചാൽ നമുക്കൊരു 4 ക്വാർട്ടർ കിട്ടുന്ന നോക്കിയാൽ ഈ 4 ക്വാർട്ടറിൽ 3 മാസം പറഞ്ഞ് അടുത്ത ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള മാർച്ചിലേക്കുള്ളത് വരെയുള്ള ഒരു സ്ട്രാറ്റജി പ്ലാനിങ് ഉണ്ട്. പറഞ്ഞ് കൊണ്ടെത്തിക്കുന്ന രീതി, അതിൽ ടാർഗറ്റ് അടക്കം ഒരു ഡിസ്കഷൻ ഉണ്ട്. അപ്പോൾ അതിനൊരു ഐഡന്റിറ്റി ഉണ്ടാവുക, അതൊരു കൃത്യം ഒരു പ്ലാൻ ഉണ്ടാവുക. പിന്നെ ഇത്രയൊക്കെ പ്ലാൻ ചെയ്താൽ നമ്മൾ ഈ 3 മാസം കഴിയുമ്പോൾ എന്താണ് മാർക്കറ്റ് എന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റുന്നില്ല. അപ്പോൾ അതിനൊരു ഒരു സ്പേസ് അവിടെ വച്ചുകൊണ്ട് നമുക്ക് ഈ വർഷം ഇത് പറഞ്ഞെത്തിക്കാം എന്നൊരു നേരത്തെ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ ഈ പറയുന്ന ക്ലാഷേ ഉണ്ടാവില്ല എന്നാണ് വിശ്വാസം. പിന്നെ ചില അത്ഭുതങ്ങൾ സംഭവിക്കാം. പലപ്പോഴും അത് പരസ്യങ്ങളിലല്ല, ആ പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെയാണ്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഇത് ജനം വാങ്ങി ഉപയോഗിക്കുമ്പോഴാണല്ലോ. അപ്പം അതുമായി ബന്ധപ്പെട്ടാണ് അൾട്ടിമേറ്റ്ലി ഇതിൻ്റെ റിസൾട്ട്. നമുക്ക് പരസ്യങ്ങൾ മാത്രം ചെയ്താൽ പോരല്ലോ. പരസ്യം ചെയ്തു, അതിൻ്റെ ഫലം കാണുന്നത് മാർക്കറ്റിൽ ആൾക്കാർ വാങ്ങി അതെടുത്ത് ഉപയോഗിച്ച് അവരതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞ് അങ്ങനെയാണല്ലോ. അതനുസരിച്ചുണ്ടാകുന്ന മാറ്റങ്ങൾക്ക് കൂടി പ്രിപ്പയർ ആവുന്ന രീതിയിലുള്ളൊരു 1 year പ്ലാനാണ് നമ്മൾ സാധാരണ ചെയ്യുക. പക്ഷെ ഇപ്പോൾ ജനങ്ങളെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ പരസ്യം വെച്ചിട്ട്? കാരണം ജനങ്ങൾ കുറച്ചുകൂടെ അവെയറാണ്, ജനങ്ങൾ കുറച്ചുകൂടെ സ്റ്റഡീഡാണ്. ഇത്രയും സാധനങ്ങൾ പഠിക്കാനുണ്ട് ആൾക്കാർക്ക്. ഈ പറഞ്ഞ നമ്മൾ നേരത്തെ ChatGPTയിൽ അടിക്കുന്ന കാര്യം പറഞ്ഞ പോലെ ഇവർക്കെല്ലാം സെഗ്രിഗേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്നുണ്ട്. ഒരു സാധനം വാങ്ങണമെങ്കിൽ അവരാദ്യം ഓൺലൈൻ കയറി നോക്കും, പിന്നെ കടയിൽ പോയി നോക്കും, പിന്നെ ഇതേപോലെ സെർച്ച് ചെയ്ത് നോക്കും, റിവ്യൂസ് നോക്കും. ഇങ്ങനൊരു കാലഘട്ടത്തിൽ ഒരു ആഡിന് എത്രമാത്രം കൺവിൻസ് ചെയ്യാൻ പറ്റും? ഇത് ഡിപ്പെൻഡ്സ് ഓൺ ദ റിക്വയർമെൻറ്റ്. ഇപ്പോൾ എനിക്കൊരു സ്കിൻ ഇഷ്യൂ ആണ് എൻ്റെ ഇഷ്യൂ എങ്കിൽ ഞാൻ വളരെ കെയർഫുൾ ആയിരിക്കും. മറിച്ച് എനിക്കൊരു ചോക്ലേറ്റിൻ്റെ കൊമേഴ്ഷ്യൽ കണ്ടാൽ ഞാനത് ചിലപ്പോൾ ഒരു പക്ഷേ ട്രൈ ചെയ്ത് നോക്കും. അല്ല, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ എനിക്ക് ഇപ്പം ഇപ്പം ഞാൻ പറയട്ടോ, ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും രോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ട്രീറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഈ മുടി വളരാൻ വേണ്ടി ശ്രമിക്കുന്ന കാര്യങ്ങൾ, ഇതിലൊക്കെ മനുഷ്യൻ്റെ ഒരു കൺസ്യൂമർ സൈക്കോളജി ഉണ്ടല്ലോ. മലയാളിയെ ഏറ്റവും കൂടുതൽ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. ഒരു കാര്യം ആലോചിച്ചോളൂ, ഇത് എഫക്റ്റീവ് അല്ലെങ്കിൽ മുൻപുള്ളതുപോലെ ആണോ പരസ്യമുള്ളത്? മുൻപുള്ളതുപോലെ അല്ലല്ലോ. ഇപ്പൊ ഈ പറയുന്ന പ്ലാറ്റ്ഫോമുകൾക്ക് പരസ്യങ്ങൾ കൂടുന്നു, അല്ലെങ്കിൽ പരസ്യങ്ങൾ ഉണ്ടെന്ന് അനീഷ് പറയുന്നു, എനിക്കറിയാം പരസ്യങ്ങൾ കൂടുന്നു. അപ്പൊ ഇത് എഫക്റ്റീവ് ആണ്. അപ്പം ജനങ്ങൾ കൂടുതൽ അവെയർ ആണെന്ന് അനീഷ് പറഞ്ഞു. അതെ, അവെയർനെസ് ഉണ്ട്.
ആ അവയർനെസ്സിന് അപ്പുറത്തേക്ക് നമുക്കൊരു കാര്യം കുറെ കൂടി കൃത്യമായി പറയാൻ പറ്റില്ല, ഒരു റിക്വയർമെൻറ്റിനനുസരിച്ച് നമുക്ക് പറയാൻ പറ്റുക എന്ന് പറയുന്ന ചലഞ്ച് അവിടെ ഉള്ളത്. അത് പറയാൻ പറ്റിയാൽ നമ്മളെപ്പോഴും വിൻ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഞാൻ പറയാം, ചില പ്രോഡക്റ്റുകൾക്ക്, ഞാനത് അങ്ങനെ പറഞ്ഞാൽ അത് ഒഫൻഡ് ആവുന്നുണ്ടാകും, ചില പ്രോഡക്റ്റുകൾക്ക് എല്ലാ കാലത്തും അത്തരത്തിലുള്ള ചില സാധ്യതകളുണ്ട്. മുസ്ലിം പവർ എക്സ്ട്രാ കഴിച്ചിട്ട് ഒരാളത് മോശമായി എനിക്കിത് ഫലം ഉണ്ടായില്ല എന്ന് പറയുമോ? പറ്റൂല, പുറത്തു പറയാൻ പറ്റൂല്ലോ. ശരിയാ, അത്രേ ഉള്ളൂ. ശരി. ഞാൻ കൂടുതൽ പറയണ്ടല്ലോ. ചില പ്രോഡക്റ്റുകൾ അങ്ങനെ, അപ്പൊ അത് ഹിറ്റ് ആവും, അത് ഉപയോഗിക്കുന്ന ആളത് അത് അവയർനെസ് മാത്രം കൊടുത്താൽ മതി ഇങ്ങനൊരു സാധനം ഉണ്ടെന്ന്. ശരി. ഒരു കഥാപാത്രം ചെയ്യുമ്പോൾ അതിന് ഡയറക്ടർക്ക് ഒരു വ്യാഖ്യാനം ഉണ്ടാവും, ഈ കഥാപാത്രം ഇങ്ങനെയായിരിക്കണം. ഇത് എക്സ്പീരിയൻസിൻ്റെ പുറത്തും അല്ലെങ്കിൽ ഒബ്സർവേഷൻ്റെ പുറത്തും ആ ക്യാരക്ടർ ചെയ്യാൻ പോകുന്ന താങ്കൾക്കൊരു വ്യാഖ്യാനം ഉണ്ടാവും. ഇതിന് ഇടയിൽ നിൽക്കുന്ന ഒരു സാധനമാണോ നമ്മൾ ഈ സിനിമയിൽ കാണുന്ന ആ കഥാപാത്രം? നമ്മൾ ഏത് കാര്യം, ഇപ്പോൾ അഭിനയം അവിടെ ഏത് കാര്യം, ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മളുടെ റിസൾട്ടിലും ആ കൺഫ്യൂഷൻ ഉണ്ടാവും. കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇതൊരു ഇന്റലക്ച്വൽ പരിപാടി, ഒരു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി പരിപാടിയാണ്. അതായത് സംവിധായകനോ തിരക്കഥാകൃത്തോ, ഇപ്പം നടനിലേക്ക് എത്തണ്ട, അതിനുമ്പോൾ സംവിധായകനും തിരക്കഥാകൃത്തും തമ്മിലും ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ആ സമയത്ത് ഞാൻ എഴുതിയ തങ്കപ്പൻ അങ്ങനെ പെരുമാറില്ല, പുള്ളി ഒരു ദീർഘവിശ്വാസം വിട്ടിട്ട് തിരിഞ്ഞു നോക്കുള്ളൂ എന്നായിരിക്കും തിരക്കഥാകൃത്ത്. എല്ലാ ഡിപ്പാർട്ട്മെന്റിലും കാണൂലേ അല്ലേ? ആ ക്ലാഷും ആ എക്സൈറ്റ്മെന്റും ആണ് സിനിമ. സിനിമയ്ക്ക് മാത്രമാണ് ആ ഒരു, ഇപ്പം നമുക്കറിയില്ല, നമ്മൾ എത്രയോ നാൾ മുമ്പ്, ഇത് എല്ലായിടത്തും പറയാമല്ലോ, എത്രയോ നാൾ മുമ്പ് ഒരു കഥ ആലോചിക്കുന്ന ഒരു ഭ്രാന്തന്റെ ഒരു ചിന്തയിൽ നിന്നാണ് എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഒരു കഥാപാത്രമായി നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് ഒരു പ്രോസസ്സ് ഉണ്ട്. ആ പ്രോസസ്സ് ആണ് ഇതിൻ്റെ ഏറ്റവും. അപ്പോൾ ഈ കൺഫ്യൂഷൻസ് ഓഫ് കോഴ്സ് ഇതൊക്കെ ഉണ്ടാവാം. ഇതിലേക്ക് വന്നാൽ ഇതിനൊരിടത്തേക്ക് എത്തിക്കാൻ നമുക്ക് പറ്റണം. അത് പറ്റിയില്ലെങ്കിൽ അത് സ്ക്രീനിലുണ്ടാവും. ആ കൺഫ്യൂഷൻ സ്ക്രീനിലുണ്ടാവും. പല സിനിമകൾക്കും അത് പറ്റിയിട്ടുണ്ട്. ശരി. ഞാൻ ഈയിടെ അടുത്തൊരു പേര് പറയുന്നില്ല, ഇതൊരു OTT പ്ലാറ്റ്ഫോം വഴി തമിഴ് പടം കണ്ടാണ്. തുടക്കത്തിലെ മോട്ടീവ് ഭയങ്കര രസമായിരുന്നു, ഒരു ഇന്റർവെൽ വരെ. അവസാനമായപ്പോൾ ഇവർക്ക് ഇത് എങ്ങനെയും തീർത്താൽ മതി എന്നായി. ഇത് അവസാനം ഫുൾ കൺഫ്യൂഷനിലാണ് ഈ സാധനം നിർത്തിയത്. അതും വലിയ അറിയപ്പെടുന്ന ഒരു നടനെ അഭിനയിച്ച സിനിമയാണ്. സിനിമ തുടങ്ങുന്നതിന് മുമ്പ് പക്ഷേ ഇതെല്ലാം ഒരു സോൾവ് ചെയ്തിട്ടല്ലേ നമ്മൾ തുടങ്ങുക? ചിലപ്പം സോൾവ് ചെയ്തിട്ടുണ്ടാവും ആ സമയത്ത്. ഞാൻ പറഞ്ഞല്ലോ, തുടങ്ങുമ്പോഴുള്ള പോകെ മുമ്പോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പോകെ ഉണ്ടാകുന്ന ഈ പറയുന്ന അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെയാണ് ആ റിസൾട്ടേക്ക് എത്തിക്കുന്നത്. അതിപ്പോൾ ഇത്തിരി പുളിശ്ശേരി ഉണ്ടാക്കിയാൽ ഈ പ്രശ്നമുണ്ട്. കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ പുളിശ്ശേരിക്ക് അതിൻ്റെതായിട്ടുള്ള സ്വാദ് വ്യത്യാസം ഉണ്ടാവും. പല ചേരുവകൾ ചേരുമ്പോഴാണല്ലോ. ഞാനതാ പറഞ്ഞത്, ഞാൻ വീണ്ടും പറയുന്നത്, ഇതിൻ്റെ ഈ ഒരു എക്സൈറ്റ്മെന്റ് നമുക്കുണ്ട്. നമുക്ക് ഒന്നും എന്ന് കൂട്ടിയാൽ രണ്ട് തന്നെയാണ് അല്ലെ, നിലവിൽ അങ്ങനെയാണ് അല്ലേ. മറിച്ച് സിനിമയുടെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത്, നമ്മളത് ആ വെള്ളിയാഴ്ചയാണ് അത് തീരുമാനിക്കുന്നത്. ആ എക്സൈറ്റ്മെന്റ് അവിടെ ഉണ്ട്. അവിടെ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്, മാക്സിമം നമ്മളുടെ കൺവിക്ഷൻ എന്ന് പറയുന്ന സംഭവമുള്ളത്. അപ്പോൾ ആരൊക്കെ ചേരുന്നോ ഒരു കൂട്ടായ പ്രവർത്തനം, നമ്മുടെ കൺവിക്ഷൻ അത് ആ പ്രോസസ്സിൻ്റെ സമയം, ആ പ്രോസസ്സിങ് സമയത്തെങ്കിലും അതിൽ ഒരു ഐകരൂപ്യം ഉണ്ടാവൽ വളരെ പ്രധാനമാണ്. അത് അത്രയും മാത്രമേ നമുക്ക് പറയാൻ പറ്റുന്നുള്ളൂ. വലിയ സബ്ജക്റ്റാണ്, വലിയൊരു വിഷയമാണത്. പക്ഷേ അതിനാണ് ഗ്രൂപ്പ് ഡിസ്കഷൻസും ഒക്കെ ഉണ്ടാവേണ്ടത്. സിനിമ കുറെ കൂടി ഗൗരവമായിട്ട് മലയാളി കാണുന്നുണ്ടെന്നുള്ളതാണ് മലയാള സിനിമയ്ക്ക് ഇത്ര കണ്ട്. കാരണം നമുക്ക് വർക്ക്ഷോപ്പുകളുണ്ട്, പ്രീ പ്രൊഡക്ഷൻ മീറ്റിങ്ങുകളുണ്ട്, പ്രീ പ്രൊഡക്ഷൻ ഡിസ്കഷൻസ് ഉണ്ട്, റീഡിങ് സെഷൻ, സ്ക്രിപ്റ്റ് റീഡിങ് സെഷൻസ് ഉണ്ട്. അതിലൂടെയൊക്കെ ഈ സിനിമ, ഇപ്പോൾ നമ്മൾ റൈഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിനു മുമ്പ് 2 ആഴ്ച മുമ്പ് 3 ആഴ്ച മുമ്പ് നമുക്ക് സ്ക്രിപ്റ്റ് കിട്ടുന്നു. അതിൽ നമ്മൾ തന്നെ നമ്മുടെ സെഷൻസ് പറയുന്നു. ആർട്ടിസ്റ്റുകളെ ഒരുമിച്ചിരുന്ന് വീണ്ടും സ്ക്രിപ്റ്റ് റീഡ് ചെയ്യുന്നു. സ്ക്രിപ്റ്റ് റൈറ്റർ മാത്രം ഇരുന്ന് വായിക്കുന്നു. അതിനുശേഷം ഞങ്ങൾ ഓരോരുത്തരും ആ ഡയലോഗുകൾ വട്ടത്തിരുന്ന് വായിക്കുന്നു. വായിക്കുമ്പോൾ ഞാൻ അങ്ങനെ ബിഹേവ് ചെയ്യില്ലോ എന്ന് മറ്റേ ആൾ പറയുന്നു, മറ്റേ ആൾ അങ്ങനെ ബിഹേവ് ചെയ്യില്ലോ എന്ന് ഞാൻ പറയുന്നു. അപ്പോൾ അങ്ങനെയെങ്കിലും ഞങ്ങൾ കസേരയൊക്കെ ഇട്ടിരുന്ന് ഞങ്ങളിത് പെർഫോം ചെയ്യുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഏറെക്കുറെ നമുക്ക് എല്ലാവർക്കും പിടിയിട്ടുണ്ട് ഇയാൾ ഇതിന് എന്താ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. ക്യാമറാമാൻ അറിയാൻ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, ക്യാമറാമാൻ എന്താ ചെയ്യാൻ പോകുന്നത് ഡയറക്ടർക്ക് അറിയാം, എഡിറ്ററോട് വന്നിരുന്നിട്ട് ഇതിങ്ങനെ ചെയ്യാം എന്ന് പറയാം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മോക്ക് പെർഫോമൻസ് ഷൂട്ട് നമ്മൾ ചെയ്തു, മൊബൈലിലൊക്കെ ആയിട്ട് ഷൂട്ട് ചെയ്തു. അപ്പോൾ അത് ആ സിനിമയ്ക്ക് വല്ലാതെ ഗുണം ചെയ്തു. കാരണം ഒന്നാമത്തെ കാര്യം 6 പേര് ഒരുമിച്ച് ഒരിടത്ത് നിൽക്കുമ്പോൾ നമുക്ക് ഇപ്പം ക്യാമറമാൻ അത് ഗുണകരമാണ്, സൗണ്ട് ഡിസൈൻ ചെയ്യുന്ന ആൾക്ക് ഗുണകരമാണ്, ആർട്ട് ഡയറക്ടർ ഗുണകരമാണ്, ലൈറ്റ് ചെയ്യുന്ന ആൾക്ക് ഗുണകരമാണ്, സ്ക്രിപ്റ്റ് റൈറ്റർക്കും ഡയറക്ടർക്കും എല്ലാവർക്കും ഗുണകരമാണ്. നമുക്കും ഈ പെർഫോമൻസിന്റെ ലെങ്തും ഒക്കെ, ഒരു ആക്ഷൻ റിയാക്ഷൻ ഉണ്ടല്ലോ. ഞാനൊരു ഡയലോഗ് പറഞ്ഞാൽ അതിന് മറ്റേ ആൾ എങ്ങനെ റിയാക്ട് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് കൂടി ഒരു ധാരണയോടെയാണ് ഞങ്ങളോടൊപ്പം നിന്നത്. ശരി. സോ അങ്ങനെ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഈ ജീവിതത്തിൽ ഭയങ്കര ആഴത്തിൽ സ്വാധീനിച്ച എന്തെങ്കിലും ഒരു ജീവിതാനുഭവം ഉണ്ടായിട്ടുണ്ടോ? അത് ആക്ടിങ്ങിന് ഗുണം ചെയ്തിട്ടുണ്ടോ? ജീവിതാനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിപ്പോൾ എല്ലാവർക്കും ഉണ്ടല്ലോ. അനീഷിൻ്റെ അനുഭവം വളരെ പ്രിയപ്പെട്ടതാണ് നമുക്ക് ഓരോരുത്തർക്കും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എനിക്കുണ്ടായ ഏറ്റവും വലിയ, ഞാൻ അനുഭവം എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വലിയ വാക്കുകളാണ്. എനിക്ക് പറയാൻ പറ്റുന്ന ഇതൊക്കെയാണ്. എൻ്റെ കുട്ടിക്കാലം എന്ന് പറയുന്നത് ഭയങ്കര റിച്ച് ആയിരുന്നു. എല്ലാ തരത്തിലുള്ള
എക്സ്പീരിയൻസസ് കൊണ്ട് മുറിച്ചായിരുന്നു. പലതരത്തിലുള്ള ആൾക്കാരുമായും പലതരത്തിലുള്ള രാവും പകലും ഒക്കെ പല രീതിയിലായിരുന്നു. ഞാൻ പലയിടങ്ങളിലും യാത്ര ചെയ്തിട്ടുണ്ട്, ധാരാളം ആൾക്കാരെ മീറ്റ്, അവരൊക്കെ ആയിട്ടുള്ള ബന്ധങ്ങൾ ഇപ്പോഴും ഞാൻ നിലനിർത്തുന്നുണ്ട്. പിന്നെ എന്തോ പ്രത്യേക സാഹചര്യം ഞാനതൊന്നും മറന്നിട്ടുമില്ല. ഒരു 10-12 വയസ്സ് മുതലുള്ള എന്ത് കഥ എന്നോട് ചോദിച്ചാലും എനിക്ക് ഏറെക്കുറെ എല്ലാം ഞാൻ ഓർത്തിരിക്കും. മനുഷ്യരെ ഞാൻ അങ്ങനെ മറന്നിട്ടില്ല, അല്ലെങ്കിൽ കൃത്യമായി അത്ര കണ്ട് മറന്നു പോകേണ്ടവരെ ഞാൻ മറന്നിട്ടുള്ളൂ, അല്ലെങ്കിൽ മറന്നിട്ടില്ല ഞാൻ. അപ്പോൾ ഓരോരുത്തരുമായി ബന്ധപ്പെട്ടും ഓരോരോ എക്സ്പീരിയൻസ് എനിക്കുണ്ട്. തീർച്ചയായിട്ടും അത് എല്ലാം ഒരു കോമ്പൗണ്ടായിട്ടാണ് എനിക്ക് തീരുമാനം ഉണ്ടായിട്ടുണ്ട്. പിന്നെ പല പല സിറ്റുവേഷൻസിൽ നമ്മൾ പോയി പെട്ടിട്ടുണ്ട്. ആ സിറ്റുവേഷൻസ് ഇപ്പം ഇന്നസെൻ്റ് ഏട്ടനും അല്ലെങ്കിൽ അതിനു മുമ്പ് തിക്കുറിശി സുകുമാരൻ സാറൊക്കെ അവരുടെയൊക്കെ ഡിസ്കഷൻസ് കണ്ടിട്ടുണ്ടല്ലോ, നസീർ സാറിൻ്റെയൊക്കെ ഇൻ്റർവ്യൂസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവരൊക്കെ പറയുന്നത് കേട്ടിട്ടില്ല. അപ്പോൾ ഇത് പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ പീയൂഷ് പാണ്ഡെ, അദ്ദേഹത്തിൻ്റെ പുസ്തകം വായിച്ചാൽ പാൻഡമോണിയം വായിച്ചാൽ നമുക്കറിയാം. അദ്ദേഹം പറയുന്നത് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങൂ, ലോകം കാണൂ, യാത്ര ചെയ്യൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ നിങ്ങൾ എക്സ്പ്രസ് ചെയ്യൂ എന്നാണ് പറയാം. ഒരു നിമിഷം കൊണ്ട് കരയാനും ചിരിക്കാനൊന്നും ഒട്ടും സമയമെടുക്കാത്ത മനുഷ്യനായിരുന്നു പീയൂഷ് പാണ്ഡെ. അദ്ദേഹം കരച്ചു അദ്ദേഹം കരയും, ചിരിക്കാൻ തോന്നി അപ്പം ചിരിക്കും. നമ്മളൊക്കെ മറച്ചു വെക്കുന്നവരാണല്ലോ. അപ്പോൾ ഇതൊക്കെ എത്രമാത്രം എനിക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് അറിയില്ല. അവിടെ എനിക്ക് ഗുണകരമായത് കഥകളി പോലെ ഒരു ആർട്ട് ഫോം ഒരു 7ാം ക്ലാസ്സൊക്കെ പഠിക്കുമ്പോൾ അവർ പഠിച്ചു വെച്ചാൽ പഠിക്കാൻ ശ്രമിച്ചു. കഥകളിയൊന്നും പഠിച്ചു തീരില്ല, അത്രയും വലിയ കലയൊന്നും. അത് എത്ര ആശാന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയാം. അപ്പം അതിൻ്റെ ഒപ്പം കുറേ നാൾ യാത്ര ചെയ്യാൻ പറ്റി. അതൊക്കെ ശരിക്കും ഗുണകരമായി. കൃത്യമായി പറഞ്ഞാൽ ഒരു ക്യാരക്ടർ ആർക്ക്, ഒരേ കഥാപാത്രം തന്നെ ചെന്നുപെടുന്ന പല പല സിറ്റുവേഷൻസ്. ഇപ്പോൾ യുധിഷ്ഠിരൻ, ധർമ്മപുത്രർ എന്ന് പറയുന്ന ആൾ, അദ്ദേഹം ചൂത് കളിച്ചില്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ചൂതുകളി തോറ്റില്ലായിരുന്നെങ്കിൽ എന്നൊക്കെ പറയുന്ന സാധനമുണ്ടല്ലോ. ഞാൻ കഥയിലേക്ക് പോകുന്നില്ല. അതേ യുധിഷ്ഠിരൻ തന്നെ ചെന്നുപെടുന്ന കുരുക്ഷേത്ര യുദ്ധവും വാനപ്രസ്ഥം വരെ ഉണ്ട്. അപ്പൊ ഒറ്റ ആളുടെ ആർക്കാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഈ ആർക്ക് കുട്ടിക്കാലത്തെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇതേ സ്ഥലത്തൂടി പോയാളാണ് അർജുനൻ, ഇതേ സ്ഥലത്തൂടെ പോയാണ് ഭീമൻ. നമുക്കറിയാം 2-ാം ഊഴം പോലെ വലിയൊരു ലോക ഇതിഹാസ കൃതി എഴുതപ്പെട്ടിട്ടുണ്ട് ഇവിടെ. അതുപോലെ ഓരോരുത്തരെ കുറിച്ചിട്ടും അല്ലേ. കർണനുണ്ട്, ശിവാജി സാവന്ത് കർണന്റെ പെർസ്പെക്റ്റീവ്. അപ്പം ശിവാജി സാവന്തിന്റെ കർണനുണ്ട്, കർണഭാരം എന്നുണ്ട് പുസ്തകമുണ്ട്. ഓഫ് കോഴ്സ് കർണശപഥം എന്ന് പറഞ്ഞിട്ട് മാലി എഴുതിയിട്ടുള്ള കഥകളി പദമുണ്ട്, കർണനും മാത്രം. അപ്പോൾ ഈ ക്യാരക്ടർ ആർക്കുകൾ പലരുടെ പെർസ്പെക്റ്റീവിൽ അവർ കണ്ടത് എഴുതപ്പെട്ടിട്ടുള്ളത് ആ കൊച്ചു പ്രായത്തിൽ തന്നെ നമ്മുടെ ഒരു പ്രജ്ഞയ്ക്കും ബുദ്ധിക്കൊക്കെ മനസ്സിലാവുന്ന രീതിയിൽ അത് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇന്ന് ഇപ്പം സിനിമയിലൊക്കെ വർക്ക് ഇറക്കിയും നമ്മൾ അവിടെ 3-4 സീനിലുള്ളെങ്കിലും നമ്മൾ മനസ്സിലൊരു ആർക്കുണ്ടാക്കും. ഇയാൾ ഇങ്ങനത്തെ ആളായിരിക്കും, ഇയാൾ ഇങ്ങനെ ആയിരിക്കും, ഇയാൾ ഇങ്ങനെ ഇപ്പോൾ ബിഹേവ് ചെയ്യണമെങ്കിൽ ഇയാൾക്ക് കുട്ടിക്കാലത്തൊരു ട്രോമ ഉണ്ടായിട്ടുണ്ടാവും എന്നൊക്കെ പറയുന്ന നമ്മുടെ ഒരു അസസ്മെന്റ്. ഇത് നമ്മുടെ ഡയറക്ടറോടോ റൈറ്ററോടോ ഒക്കെ നമ്മൾ സമയം കിട്ടുന്ന സമയത്ത് ചിലപ്പോൾ അവർക്ക് ദേഷ്യം വരും. എന്നാലും ഞാൻ പോയത് ഞാൻ ഇങ്ങനെയൊന്ന് കാണിച്ചു, അതെന്തിനാ ചേട്ടാ അങ്ങനെ കാണിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ പരിപാടി ഉണ്ട്, ഓക്കെ അത് ഇത്തിരി ഓവറായിട്ടാന്ന് പറഞ്ഞിട്ട് തിരുത്തും നമ്മളെ. പക്ഷേ ഒരു ഡിസ്കഷൻ അവിടെ നടക്കും. അപ്പോൾ അതൊക്കെ അന്നത്തെ അനുഭവങ്ങളുടെ കാര്യം ചോദിച്ചാൽ അത്തരത്തിലുള്ള അനുഭവങ്ങൾ കുട്ടിക്കാലത്തുള്ളത് കൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു ക്യാരക്ടറിനെ കാണാൻ പറ്റുന്നത്. ഇതൊക്കെ എനിക്ക് മൈക്കിട്ടി പറയാം. ഇപ്പം എന്നെക്കാലൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ പറ്റി പറയാൻ മെടുമെടുക്കന്മാരായിട്ടുള്ള ആൾക്കാർ വേറെ ഉണ്ട്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ചോദിച്ചാൽ ലൈഫ് എക്സ്പീരിയൻസ് ആണ് പ്രധാനമായും വേണ്ടത്. അതിന് നമ്മൾ വീട്ടിൽ മൂടിക്കെട്ടിയിരിക്കാതെ നമ്മൾ ഇറങ്ങി നടക്കുകയും ധാരാളം മനുഷ്യരെ കാണുകയും വളരെ വൾണറബിൾ ആയിട്ട് നമ്മൾ ഇരിക്കുകയും ചെയ്യുക. അതൊക്കെ സ്വീകരിക്കാൻ തയ്യാറായിട്ടിരിക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് നമുക്കത് ഒത്തിരി ഗുണം ചെയ്യും. ഒരു പരസ്യം ചെയ്യുമ്പോൾ താങ്കളുടേതായ ഒരു വിഷ്വൽ സിഗ്നേച്ചർ അതിനകത്ത് ഇടാൻ ശ്രദ്ധിക്കാറുണ്ടോ? പരസ്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ അല്ലല്ലോ. നമ്മളൊരു കുട്ടിയെ നമ്മുടെ കയ്യിലേക്ക് തരുന്നു, നല്ല കുളിപ്പിച്ച് ഉടുപ്പൊക്കെ ഇടിച്ച് നല്ല പെർഫ്യൂമൊക്കെ അടിച്ച് പൗഡറൊക്കെ ഇടിച്ച് നമ്മളങ്ങ് കൊടുക്കുക. നമുക്ക് ആ കുറച്ച് സമയത്തേക്ക് മാത്രം നമ്മുടെ കുട്ടിയാന്ന് തോന്നുന്നു. കൃത്യമായ ഒരു ലക്ഷ്യമുണ്ടല്ലോ. ഒരു കുപ്പിയിൽ എണ്ണ എടുത്ത് വെച്ചിട്ട് മച്ചാനെ ഇന്ന് വിറ്റതാ എന്നാ പറയണേ. പിന്നെ സിഗ്നേച്ചർ എന്ന സംഭവം അത് അറിയാതെ സംഭവിക്കും മനുഷ്യ. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ചെയ്തൊരു പരസ്യമാണെങ്കിൽ ഒരു പാറ്റേൺ ഉണ്ടാവും. അതുണ്ടാവാതിരിക്കാനാണ് ശ്രദ്ധിക്കാറ്. പക്ഷെ ഇതൊക്കെ പറഞ്ഞാലും വരും തീർച്ചയായിട്ടും വരും. ഇത് ഇന്ന ആള് ചെയ്ത പരസ്യമല്ലേ, അല്ലെങ്കിൽ ഇന്ന ആൾ ചെയ്ത മ്യൂസിക് അല്ലേ ചോദിക്കാറില്ലേ. ഇപ്പം ബിജുപാലിനോടൊക്കെ സംസാരിക്കുമ്പോൾ ജിങ്ങളല്ല പാട്ടുകൾ സംസാരിക്കുമ്പോൾ ബിജുപാൽ ചെയ്ത പാട്ടാണെന്ന് അറിയാൻ ആ പാട്ട് കേൾക്കുമ്പോൾ എവിടെയെങ്കിലും ചെറിയ പരിപാടികളപ്പം പിന്നീട് എപ്പോഴെങ്കിലും കാണുമ്പോൾ ബിജി ആ പാട്ട് എന്ന് പറയും. അപ്പോൾ ബിജി ചിരിക്കും. എം ജയന്തരനോട് ഞാൻ ചോദിച്ചില്ല, എം ജയന്തരൻ്റെ സിഗ്നേച്ചർ ഉണ്ട്. അത് ഓഫ്കോഴ്സ് ദേവരായ മാഷുകൊണ്ട് അതുപോലെ തന്നെയാണ്. ഇപ്പോൾ എഴുത്തിലുണ്ടല്ലോ, ചിലരുടെ എഴുത്തുകൾ നമുക്ക് അറിയാമല്ലോ, പെർഫോമൻസസിലൊക്കെ ഉണ്ട് ചില സിഗ്നേച്ചറുകൾ അവിടെ കിടക്കും. അത് അവിടെ വന്ന് വീഴും. അത് വളരെ ഓർഗാനിക്കായിട്ട് സംഭവിക്കുന്നതാണ്. അത് സംഭവിച്ചോട്ടെ എന്ന് ഞാൻ പറയാം, നല്ലതാ. പിന്നെ പരസ്യങ്ങൾ ഇത് മാക്സിമം ഇല്ലാതിരിക്കാനാണ് എനിക്ക് തോന്നുന്നു വലിയ ഫിലിം മേക്കേഴ്സ് വരെ ശ്രദ്ധിക്കാറ്. അതിനാണ് മുൻപുള്ളതിന്റെ ഒരു സ്വഭാവം ഉണ്ടാവാതിരിക്കാനാണ് അവരൊക്കെയായിട്ട് സംസാരിക്കുമ്പോൾ അവർ ശ്രദ്ധിക്കാറുണ്ടതായിട്ട് എന്നോട് പറയാറ്. ഇപ്പോൾ ഈ ആഡ്സ് ചെയ്യുമ്പോൾ എപ്പോഴും ക്ലയൻസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഭയങ്കര റിച്ച് അല്ലാത്ത ക്ലയൻസ് ആയിരിക്കും, വളരെ ലോ ബഡ്ജറ്റിൽ പരസ്യമായിട്ട് വരുന്ന ക്ലയൻറ്റുകളാണ്. അവർക്ക് ആഗ്രഹം ഉണ്ടാവും പരസ്യം ചെയ്യണം. അപ്പോൾ അവരൊരു ഇൻ്റലിജൻസിനെ ചോദ്യം ചെയ്യാതെ എങ്ങനെ അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്നത്? ശരിക്കും പല തരത്തിലുള്ള ഡിസ്കഷൻസിന് ശേഷമാണ് നമ്മൾ അവരുടെ
അല്ല അവർ പറയുന്ന ചില സാധനങ്ങൾ ഈ ചെയ്യുന്നവർക്കും അത് വർക്കാവില്ല, മണ്ടത്തരമാണെന്ന് തോന്നിയാൽ അത് പറയണല്ലോ. അല്ല, ഞാൻ അതാ പറഞ്ഞത്, അങ്ങനെയാണ് ഈ ഡിസ്കഷൻ മുമ്പോട്ട് പോവുക. ഞാൻ എൻ്റേതായെന്ന് ആണെന്ന് പറഞ്ഞിട്ട് എൻ്റെ പരസ്യമാണെന്നുണ്ട് അനീഷ് ഇപ്പോൾ ഒരു പരസ്യം കാണുന്നു, ശ്രീകാന്ത് മുരളിയെ പരസ്യമാണ്. അതിനു മുമ്പ് ഈ പ്രോസസ്സൊക്കെ നടക്കുന്നുണ്ട്. അതിപ്പോൾ എല്ലാവും സ്മൂത്തൊന്നും അല്ല. പലപ്പോഴും അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. എല്ലാ പരസ്യങ്ങൾക്കും ഈ ഇൻ്റലിജൻസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചോദ്യം ചെയ്യലുണ്ടായിട്ടുണ്ട്. അതെങ്ങനെ അങ്ങനെ പറഞ്ഞാൽ ശരിയാവണോ ശരിയാവില്ല എന്ന് പറയുന്ന ഡിസ്കഷൻ എല്ലാ പരസ്യങ്ങളുടെ ഇടയ്ക്കും എല്ലാ പ്രോജക്റ്റിലും ആ ഡിസ്കഷൻ നടക്കാറുണ്ട്. അതിലൂടെ ഇത് സംഭവിക്കാറുള്ളൂ. അല്ലെങ്കിൽ ആ പരസ്യം എനിക്ക് കിട്ടാറില്ല. ഇപ്പം ചില കൊമേഴ്ഷ്യൽസ് പറയുമ്പോൾ നമ്മുടെ അപ്രോച്ചേ തെറ്റായി പോയി എന്ന് പറഞ്ഞാൽ പിന്നെ അവസരമില്ലല്ലോ അവിടെ. നമ്മളിപ്പോൾ കേരളത്തിൽ എറണാകുളത്ത് നിൽക്കുമല്ലേ, എറണാകുളത്തിന് കറക്റ്റ് ഇവിടുത്തെ റിയാലിറ്റി, ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് പറയുന്നത് നമ്മളവിടുന്ന് മാറുമ്പോൾ അടുത്ത ആളവിടെ എൻട്രി ആവും. എൻ്റെ തന്നെ സുഹൃത്തുക്കളാണ്. അത് ഈ പറഞ്ഞ പ്രശ്നമാണ്. അവരുടെ ഇന്റലിജൻസിനെയൊക്കെ നമ്മൾ നേരത്തെ അനീഷ് പറയുമ്പോഴാണ് ചിലപ്പോൾ ഞാൻ ചോദ്യം ചെയ്തിട്ടുണ്ടാവാം, അതുകൊണ്ടായിരിക്കും എനിക്ക് കിട്ടാതെ പോയിട്ടുണ്ടാവാം. ഇത്രയും ഫാസ്റ്റ് ആയിട്ട് പോകുന്ന ഈ കാലഘട്ടത്തിൽ എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ടുള്ള ബ്ലോക്കുകൾ വരാറുണ്ടോ എക്സ്പ്രസ് ചെയ്യുമ്പോൾ? തീർച്ചയായിട്ടും ബ്ലോക്കുകൾ വരാറുണ്ട്. പ്രധാനപ്പെട്ട ബ്ലോക്ക് എനിക്ക് എൻ്റെ പ്രായത്തെ മറിച്ച്, ഞാൻ മധ്യവയസ്കനാണ്, എനിക്കൊരു മോനുണ്ട്, മോനിപ്പോൾ 18 വയസ്സായി. എൻ്റെ ചിന്തകൾ അത് ഞാൻ വീട്ടിൽ നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എൻ്റെ മോനോട് പറയുന്ന പോയിന്റ് മുതൽ അവിടെ ബ്ലോക്കുകൾ ഉണ്ടാവും, ബ്ലോക്ക് തന്നെ ഉണ്ടാവും. ഇത് ഇത്ര പറയണോ, പലതും പറയണ്ട അവനോട്. എന്നേക്കാളും ഇൻ്റലിജൻ്റ് ആണ്, എന്നേക്കാൾ കൂടുതൽ ഇന്നത്തെ ലോകം കാണുന്ന ആളാണ് എൻ്റെ മോൻ. പലപ്പോഴും എനിക്ക് ഇങ്ങോട്ടാണ് കേൾക്കേണ്ടി വരിക. അപ്പോൾ അവനായിരിക്കും ചിലപ്പം ചില സമയത്ത് ബ്ലോക്ക് ഉണ്ടാവുക. അച്ഛനോട് ഇത് പറയാമോ എന്നുള്ള ആലോചനയുണ്ട്. അത് ഈ കഴിഞ്ഞ കാലത്ത് വളരെ ഫാസ്റ്റ് എന്നുള്ള വാക്ക് വളരെ നല്ല കറക്റ്റ് പ്രയോഗമാണ്. അത് വളരെ ഫാസ്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു 5 വർഷം എന്ന് ഇനി പറയാൻ പറ്റില്ല, 3 വർഷം എന്നൊക്കെ പറയേണ്ടി വരും. പണ്ട് നമ്മൾ 10 വർഷം കഴിഞ്ഞെന്ന് പറയുന്നത് ഇപ്പോൾ 1 വർഷം കഴിഞ്ഞെന്നൊക്കെ പറയുന്നത്. അപ്പോൾ കാര്യങ്ങൾ അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും. ആ ബ്ലോക്ക് സിനിമയിൽ നിന്നല്ല, ക്രിയേറ്റീവായിട്ടുള്ള ആൾക്കാർ അങ്ങനെയാണ് ഉദ്ദേശിച്ചതെങ്കിൽ എല്ലാവർക്കും അത് ബാധിക്കലാണ്. നമ്മൾ അതിനൊപ്പമാണോ അതിന് മുന്നിലാണോ എന്നൊക്കെയുള്ള നമ്മൾ തീരുമാനിക്കുക എന്നുള്ളതാണ്. ഒരു കഥ ആലോചിക്കുമ്പോൾ ഈ കഥയ്ക്ക് വയസ്സൻ അച്ഛാ ഇത് വയസ്സന്മാരുടെ സാധനം എൻ്റെ മുമ്പ് പറയും, അച്ഛാ ഇപ്പം അങ്ങനെയൊന്നും അല്ല പിള്ളേർ ചിന്തിക്കണമെന്ന് പറയും. അത് അപ്പം ഞാൻ എപ്പോഴും അവനുമായിട്ടല്ലേ അവൻ്റെ കൂട്ടുകാരുമായിട്ടും അല്ല എൻ്റെ മരുമക്കൾ, എനിക്ക് ഒത്തിരി മരുമക്കളുണ്ട്. എൻ്റെ കസിൻസൊക്കെ എനിക്ക് 100-120 പേര് കസിൻസ്. സച്ച് എ ബിഗ് ഫാമിലി, 100-300 പേരുള്ള ഒരു വലിയ കുടുംബമായിരുന്നു. അപ്പം അവരൊക്കെ ആയിട്ട് മാക്സിമം ഇന്ററാക്ട് ചെയ്ത് അവരുടെ ഒരു വൈബ് കൂടി. അപ്പം എന്നോട് പറയും, അമ്മാവ ഇങ്ങനെ അല്ലാട്ടോ, ഞങ്ങളാണെങ്കിൽ ഇങ്ങനെ അല്ലാട്ടോ, എൻ്റെ കുട്ടിയുണ്ട്, എൻ്റെ കൂട്ടുകാരി കുട്ടിക്ക് ഇങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ട്, അപ്പോൾ അവൾ അങ്ങനെയല്ല ബിഹേവ് ചെയ്ത്. നമ്മൾ ചിന്തിക്കാത്ത അവർ പറയണത്. അപ്പോൾ ബ്ലോക്കുകൾ ഉള്ളൂ എന്ന് പറയേണ്ടി വരും. കാരണം അത് നമ്മുടെ അപ്ഡേഷൻ്റെ പ്രശ്നമാണ്. പിന്നെ നമുക്ക് ഈ കൊച്ചുകുട്ടികളുടെ കൂടെ പോയി സ്കൂളിൽ പോയി താമസിക്കാൻ പറ്റുമോ, കോളേജിൽ പോയി പഠിക്കാൻ പറ്റുമോ? അപ്പോൾ അത് കാലം അങ്ങനെയാണ്. നമ്മൾ മാറി നിൽക്കേണ്ടടുത്ത് മാറി നിന്നേ പറ്റൂ. അതുവരെ മാക്സിമം അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ ഇതിലൊരു ഉപാധിയുള്ളൂ. ആ ബ്ലോക്കുകൾക്ക് ഉള്ള മറുപടി എത്ര കാലം നമുക്കങ്ങനെ ഫ്രഷ് ആയിട്ട് നമ്മൾ നിലനിർത്താൻ പറ്റുമോ അത്ര കാലം നമ്മളിവിടെ ഉണ്ടാവും. താങ്ക് യു സോ മച്ച്.